Good morning everyone. Welcome to Adda247 Malayalam channel. This is Hindu Sebastian and welcome to the Hindu Editorial Analysis of 28th April 2022. അപ്പോൾ ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയലിൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ ഇംഗ്ലീഷ് വൊക്കാബ് ആൻഡ് ഗ്രാമർ സ്ട്രക്ചേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്തു പോകാം. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അവർ സെഷൻ. എല്ലാ എക്സാംസിനും പ്രിപ്പയർ ചെയ്യുന്നവർക്കും എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും അതിപ്പോൾ ബാങ്ക് എക്സാംസ് അല്ലെങ്കിൽ SSC, UPSC ലെവൽ, കേരള PSC ലെവൽ എക്സാംസ്, KS അങ്ങനെ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഈ സെഷൻ വളരെ ഹെൽപ്ഫുൾ ആണ്. നിങ്ങളുടെ റീഡിംഗ് എബിലിറ്റി, കോംപ്രിഹെൻഷൻ സ്കിൽസ്, നിങ്ങളുടെ സ്പീക്കിംഗ്, കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ്, അതുപോലെ നിങ്ങളുടെ വൊക്കാബ് എൻറിച്ച് ചെയ്യാനും നിങ്ങളുടെ ഗ്രാമർ സ്ട്രക്ചർ റീബിൽഡ് ചെയ്തെടുക്കാനും ബിൽഡപ്പ് ചെയ്തെടുക്കാനും ഒക്കെ ഈ സെഷൻ ഹെൽപ്ഫുൾ ആണ്. റൈറ്റിംഗ് സ്കിൽസ് ഒബ്വിയസ്ലി ഇത് ഇംപ്രൂവ് ചെയ്യും. നമ്മൾ പോലും അറിയാതെ നമുക്ക് ഒരുപാട് മാറ്റം വരാൻ ഈ ഒരു സെഷൻ ഹെൽപ്ഫുൾ ആവും. പിന്നെ ഹിന്ദു എഡിറ്റോറിയൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ വായിച്ചു വിടുന്ന കാര്യങ്ങൾ ന്യൂസ് പേപ്പറിലെ കാര്യമാണ്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് കറണ്ട് അഫയേഴ്സ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജനറൽ നോളജ് വർദ്ധിപ്പിക്കാൻ ഈ സെഷൻ വളരെ ഹെൽപ്ഫുൾ ആണ്. സോ ലെറ്റ്സ് ഗോ ടുഗെദർ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും അറിയാം നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്. നമ്മളൊരു കോട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ നേരെ പോയി നമ്മുടെ ആർട്ടിക്കിൾ ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യും. എന്നിട്ട് നമ്മൾ നേരെ വൊക്കാബിലെ ഇഡിയംസ്, ഫ്രേസസ്, വൺ വേർഡ്സിലോട്ട് പോകുന്നു. ദെൻ മൂവിങ് ടു ദി synonyms, antonyms, related words, എന്നിട്ട് ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് ദി സെലക്ടഡ് ആർട്ടിക്കിൾ. എന്നിട്ട് നമ്മൾ നമ്മുടെ സ്പോട്ട് ദയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നു. ദാറ്റ്സ് ഹൗ വി ഡു യുവർ സെഷൻ. എന്നിട്ട് ഹോംവർക്ക് നിങ്ങൾക്ക് തിരിച്ചു തരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് 28 ഏപ്രിൽ 2022 അല്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏത് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ആർട്ടിക്കിൾ രണ്ടെണ്ണം വന്നിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആർട്ടിക്കിൾ ഈസ് പൊളിറ്റിക്കൽ ആർട്ടിക്കിൾ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ രണ്ട് ആർട്ടിക്കിൾ വന്നതിൽ ഒന്ന് പൊളിറ്റിക്കൽ ആർട്ടിക്കിളാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് റിവൈവൽ ഓഫ് കോൺഗ്രസ് പാർട്ടി റിവൈവ് ചെയ്യണം എന്നുള്ള രീതിയിൽ അതിനെപ്പറ്റി ഒരു കാര്യം പറയുന്നുണ്ട്. എന്തൊക്കെ സ്ട്രാറ്റജി വരണം, ഇംപ്രൂവ് ചെയ്യണം. കാരണം കോൺഗ്രസിനെതിരെ വലിയൊരു എന്താ പറയുക, വലിയ ഒരു ഓപ്പോസിഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് BJP വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഡെക്കേഡ്സ് ആയിട്ട് ഇപ്പോൾ ഒരു ഡെക്കേഡ് തന്നെ കഴിഞ്ഞൊരു ഡെക്കേഡ് കഴിഞ്ഞു എന്ന് തന്നെ പറയാം കോൺഗ്രസിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഇന്ത്യയിൽ നിന്ന് പോയിട്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ആൻഡ് അത് നമ്മൾ വായിക്കുന്നില്ല, ബിക്കോസ് നമ്മളിങ്ങനെ പൊളിറ്റിക്കൽ പാർട്ടി റിലേറ്റഡ് ആർട്ടിക്കിൾസ് നമ്മൾ വായിക്കാറില്ല. ഒപ്പീനിയനേറ്റഡ് ആർട്ടിക്കിളാണ്. സോ വി ആർ നോട്ട് ഗോയിങ് ടു ഡിസ്കസ് ദാറ്റ്. പക്ഷേ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആർട്ടിക്കിൾ ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഇന്നലെ നമ്മൾ എങ്ങനെയാണോ സ്പീച്ചിനെ പറ്റി പറയുന്നു അല്ലേ, ഹെയ്റ്റ് സ്പീച്ചിനെ പ്രൊട്ടക്ട് ചെയ്യണം അല്ലേ, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനെ പറ്റി ഡിസ്കസ് ചെയ്തു, എലൻ മസ്കിനെ പറ്റി, ട്വിറ്ററിനെ പറ്റി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഹെയ്റ്റ് സ്പീച്ച് തടയണമെങ്കിൽ കൺട്രിയിൽ നമ്മുടെ രാജ്യത്ത് കുറച്ച് കൂടുതലായിട്ട് ഹെയ്റ്റ് സ്പീച്ച് കൊണ്ടുവരുന്നുണ്ട്. കമ്മ്യൂണൽ റൈറ്റ്സ് അതിനെതിരെ കൂടുന്നുണ്ട്. അത് മറ്റുള്ളവരുടെ ഉള്ളിലേക്ക് ഇൻസ്റ്റിഗേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനെതിരെ ജുഡീഷ്യൽ ഇൻ്റർവെൻഷൻ്റെ ആവശ്യമുണ്ട്. അത് സുപ്രീം കോടതി ഇതിൽ ഇടപെടണം അല്ലെ, അപ്പീൽ കോർട്ട് ഇതിൽ, അപ്പെക്സ് കോർട്ട് ഇതിൽ ഇടപെടണം എന്നൊരു കാര്യമായിട്ട് ഒരു അനലിറ്റിക്കലായ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ്സ് എ നീഡ് ഓഫ് ദ അവർ എന്ന് നമുക്ക് പറയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ആവശ്യം തന്നെയായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഇന്ന് ആ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യാം അല്ലേ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിത്ത് അവർ കോട്ട്. ബി സംബഡി ഹു മേക്സ് എവറിബഡി ഫീൽ ലൈക്ക് എ സംബഡി. നിങ്ങൾ ആരായി മാറണം? നിങ്ങൾ നാളെ ആരായി മാറണം? എല്ലാവരും നിങ്ങളെ കണ്ടിട്ട് പറയണം, എനിക്കും ആരെങ്കിലുമൊക്കെ ആയിത്തീരണം എന്ന് പറയണം. അങ്ങനെ ഒരു ആളായിട്ട് നിങ്ങൾക്ക് ഒരാളെ മോട്ടിവേറ്റ് ചെയ്യാൻ, നിങ്ങളുടെ ലൈഫ് കൊണ്ട് മറ്റൊരാളെ എന്ത് ചെയ്യുക, ഒന്ന് എന്താ പറയുക, നിങ്ങൾക്ക് അവർക്കൊരു ഹെൽപ്പ്, അവർക്കൊരു ഇത് കൊടുക്കാൻ പറ്റുമോ, ഒരു സപ്പോർട്ട് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് വേണ്ടത്. ഓർത്തോണം, ബി സംബഡി, ആ ഒരാളായി മാറുക. ഹു മേക്സ് എവറിബഡി, എല്ലാവരെയും മേക്ക് ചെയ്യുകയാണ്, ഇങ്ങനെ ആക്കുവാണ്. ടു ഫീൽ ചെയ്യിപ്പിക്കുകയാണ് അല്ലേ. ലൈക്ക് എ സംബഡി, എനിക്കും ആരെങ്കിലും ഒക്കെ ആയിത്തീരണം എന്നൊരു തോന്നൽ ഒരാൾക്ക് തോന്നുന്നു നിങ്ങളെ കണ്ടിട്ടെങ്കിൽ യു അച്ചീവ് സക്സസ്. അവിടെ നിങ്ങൾ ജയിച്ചു, അവിടെ നിങ്ങൾ വിജയിച്ചു. അത് നിങ്ങളുടെ സ്വഭാവത്തിലായിരിക്കോട്ടെ, ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുള്ള നിങ്ങളുടെ പെരുമാറ്റം കൊണ്ടായിരിക്കോട്ടെ, നിങ്ങളുടെ ബിഹേവിയർ, നിങ്ങളുടെ മാനറിസം, നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലുള്ള നിങ്ങളുടെ അച്ചീവ്മെൻറ്റ് കൊണ്ടായിക്കോട്ടെ, കരിയർ പാത്ത് കൊണ്ടായിക്കോട്ടെ, ഓർ ആസ് എ സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും നിങ്ങളിൽ ഒരു മോട്ടിവേറ്റ് ചെയ്യാൻ, മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരാളായി മാറിയെങ്കിൽ ദാറ്റ് ഈസ് യുവർ സക്സസ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഡിസ്കസ് ചെയ്തിട്ട് നമ്മുടെ ആർട്ടിക്കിളിലോട്ട്. അപ്പോൾ ആദ്യമേ ഞാൻ പോവാണ് നമ്മുടെ ഇഡിയംസ്, ഫ്രേസസ് ആൻഡ് അതുപോലെ തന്നെ വൺ വേർഡ്സിലോട്ട്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് മോർണിംഗ് എവ്രി വൺ. സെറ്റല്ലേ? നമ്മളെല്ലാവരും സെറ്റല്ലേ? സുഖം? ഓക്കെ. ഓ, രേവതി ഇന്നലെ പ്രോ ക്ലാസ് മിസ്സായല്ലേ? ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ അഡ്ജക്റ്റീവ് തീർത്തു, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്തേ ഉള്ളൂ. റെക്കോർഡ് കണ്ട് മതി. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോണം. ഞാൻ പറഞ്ഞല്ലോ, ടെലിഗ്രാമിൽ ശല്യപ്പെടുത്തണം. ഡൗട്ട് വന്നെങ്കിൽ ചോദിക്കുക. ദാറ്റ്സ് ഇറ്റ്. യു നോ ഹൗ ടു ഡു ഇറ്റ് അല്ലേ.
തുടങ്ങാം. അപ്പോൾ എന്തായാലും ഇന്നലെ നമ്മൾ ഡിഗ്രി പ്രിലിംസിന് നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ വിജയകരമായിട്ട് നമ്മുടെ ഇംഗ്ലീഷ് പ്രോ ക്ലാസ്സുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതുപോലെ നമ്മുടെ ബാങ്കിങ് ക്ലാസ് ഉടനെ വരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഉഷാറായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അവർ ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. ആദ്യത്തെ ഫ്രേസ് ആൻഡ് ഇഡിയം ഫ്രേസൽ വേർബ് ഇതാണ്, കോൾ ഫോർ. ഇന്നും കോൾ ഫോർ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു ഇത് ഇറ്റ്സ് എ നീഡ് ഫോർ ദ ആർ എന്ന് പറയുന്നു. അപ്പം കോൾ ഫോർ a change, call for something, call for judicial intervention, demand അല്ലെങ്കിൽ റിക്വസ്റ്റ് എന്നൊരർത്ഥത്തിലാണ് കോൾ ഫോർ വരിക. ഇന്നലെയും ഉണ്ടായിരുന്നു, മിനിഞ്ഞാന്നുണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കോൾ ഫോർ എന്നുള്ളതുണ്ട്. നമ്മളിപ്പോൾ കോൾ ഫോർ പഠിച്ചു, കാണാപാഠം പഠിച്ചു അല്ലെ. ഡിമാൻഡ് ചെയ്യുക അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുക എന്നാണ് കോൾ ഫോർ എന്ന വാക്കിൻ്റെ ഫ്രേസിൻ്റെ അർത്ഥം. ഓർത്ത് വെച്ചോളാം. ആൻഡ് ദ സെക്കൻഡ് ഫ്രേസ് ഇസ് ഫീഡ് ഓഫ് സംതിങ്. നമ്മൾ മറ്റൊന്നിൽ നിന്ന് ഫീഡ് ചെയ്യുക എന്ന് പറയില്ല, മറ്റൊന്നിനെ ഫീഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എനർജി ഗെയിൻ ചെയ്യുന്ന എവിടുന്ന എനർജി ഇത് ഹോസ്റ്റലിൽ നിന്നാണ് അല്ലേ. നിങ്ങൾ ആ ഹോസ്റ്റലിനെ പോയി പിടിച്ച് ആ ഹോസ്റ്റലിൽ നിന്ന് യു ആർ എ പാരസൈറ്റ്. നമ്മൾ പാരസൈറ്റ്, യു ആർ ഗെയിനിങ് യുവർ എനർജി ഓർ ഗെയിനിങ് സപ്പോർട്ട് ഫ്രം സംബഡി ഓർ സംതിങ്. എന്തിനോ ആരിൽ നിന്നോ അല്ലെങ്കിൽ എവിടെ നിന്നോ നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങളുടെ എനർജി ഗെയിൻ ചെയ്യാണ്, നിങ്ങളുടെ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യാണ്, സപ്പോർട്ട് ഗെയിൻ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് വാട്ട് ഫ്രേസൽ വേർബ് ഫീഡ് ഓഫ് മീൻസ്. ഫീഡ് ഓഫ് ചെയ്യാന്ന് പറഞ്ഞാൽ ഗെയിൻ സ്ട്രെങ്ത് ഫ്രം സംതിങ്. ഇത്തിൽക്കണ്ണി അറിയാലോ, പാരസൈറ്റ് ആണല്ലേ. ഇത്തിൽക്കണ്ണി നമുക്കറിയാലോ. ഇത്തിൽക്കണ്ണിയുടെ പ്രത്യേകത എന്താ? ചില ചെടികളിലല്ല മരങ്ങളിലൊക്കെ കയറും. ഈ എസ്പെഷ്യലി ഞാൻ ഓർക്കുന്നുണ്ട്, നമുക്കൊരു നെല്ലി ഉണ്ടായിരുന്നു പണ്ട്. അപ്പോൾ ഈ നെല്ലിൽ ഇത്തിൽക്കണ്ണി കയറി പിടിച്ചു. അപ്പോൾ എനിക്ക് ആ ചെറുപ്പമായിരുന്നപ്പോൾ എന്താ സാധനം അറിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു ഇത്തിൽക്കണ്ണിയാണിതെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല കാര്യമില്ല, ഇറ്റ്സ് എ ക്രീപ്പർ അല്ലേ, കാണുമ്പോൾ നല്ല വൃത്തിയായിട്ട് അതിൻ്റെ കൂടെ കയറിപ്പോകുന്നുണ്ട്, ഒരു ഭംഗി വരുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചു. കുറച്ച് കയറി പോയി കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ആ നെല്ലി വലിച്ചെടുക്കുന്ന മിനറൽസ് ആൻഡ് വാട്ടർ എല്ലാം ഇത് വലിച്ചെടുത്ത് നെല്ലി ഇല്ലാണ്ടായി. ഇപ്പോൾ നെല്ലി ഇല്ല നമുക്കവിടെ, ആ നല്ലൊരു നെല്ലി മാറി, നെല്ലി ഇല്ലാണ്ടായിപ്പോയി, നശിച്ചുപോയി. അപ്പോൾ അതിനെയാണ് ഫീഡ് ഓഫ് സംതിങ് എന്ന് പറയാം. സോ ഇത്തിൽക്കണ്ണി വാസ് ഫീഡിങ് ഓഫ് ദ നെല്ലി, അതാണ് നമ്മൾ ഓർക്കുക. അപ്പം എന്തായാലും കാര്യം മനസ്സിലായി. അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ വ്യക്തികളും മറ്റൊരാളെ ഫീഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുന്നത് വേറൊരാളിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരു കാര്യം മറ്റൊരു കാര്യത്തിൽ നിന്ന് സപ്പോർട്ട് ഗെയിൻ ചെയ്യുന്നു അല്ലെങ്കിൽ എനർജി ഗെയിൻ ചെയ്യുക. ദാറ്റ് ഈസ് ഫീഡ് ഓഫ് സംതിങ്. ഓർത്ത് വെച്ചോണം. ഓക്കെ, യെസ്. ഹായ് ആൽഫി, ഗുഡ് മോർണിംഗ്. ആൽഫി അഞ്ജു, ഗുഡ് മോർണിംഗ്. അപ്പോൾ അടുത്ത് നോക്കാം. സീപ്പ് ഇൻ ടു. സീപ്പ് ഇൻ ടു എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഫ്ലോ, ഒഴുകാണ്, ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്, ഒഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ, അല്ലെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ദാറ്റ് ഈസ് സീപ്പ് ഇൻ ടു. ഓർത്തോളൂ, സീപ്പ് ഇൻ ടു സംതിങ് എന്ന് പറഞ്ഞാൽ ഒഴുകിക്കൊണ്ടിരിക്കുക. സംതിങ് ഈസ് സീപ്പിംഗ് ഇൻ ടു സംതിങ് മീൻസ് അതായത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഓർത്ത് വെച്ചോളാം. ഇന്ന് കാണും നിങ്ങൾ ഈ ഫ്രേസൊക്കെ ഓർത്ത് വെച്ചോളാം. ഈ ഫ്രേസ് നമ്മൾ എന്തായാലും ഉപയോഗിക്കും. അറിയാവുന്ന ഫ്രേസൽ വേർബ് ആണെങ്കിൽ ആൻസർ നിങ്ങൾ തന്നെ അറിയണം കേട്ടോ. അറിയാവുന്ന ഫ്രേസൽ വേർബ് ആണെങ്കിൽ നിങ്ങൾ തന്നെ ആൻസർ തരാം. യു നോ വാട്ട് ടു ഡു അല്ലേ. ഓക്കെ, ഹായ് അനു ആണോ മിസ് ചെയ്തെന്ന് പറഞ്ഞ് ഞാൻ ഇപ്പോഴത് കണ്ടത്. ഹായ് അനുവിന് ഞാൻ കറണ്ട് അഫയേഴ്സ് സെഷനിൽ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് അല്ലേ. നോക്കുന്നത് കറണ്ട് അഫയേഴ്സ് സെഷനിൽ കാണാറുണ്ട്. കുറേ നാളായി നമ്മളിപ്പോൾ വന്നിട്ടല്ലേ അനു. വെൽക്കം ബാക്ക് ആൻഡ് സോ ഹാപ്പി ടു സീ യു അഗൈൻ. വളരെ സന്തോഷം. ഓക്കെ, അപ്പോൾ അടുത്ത പിടിച്ചോ. ലേ ഡൗൺ മീൻസ് ഫോർമുലേറ്റ് ചെയ്യാം അല്ലെ. ലേ ഡൗൺ ദ പ്രിൻസിപ്പിൾസ്, ലേ ഡൗൺ ദ റൂൾസ്, ലേ ഡൗൺ ദ ഫണ്ടമെന്റൽസ് എന്ന് കേട്ടില്ലേ. ഗവൺമെന്റ് ലേഡ് ഡൗൺ ദ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഗവൺമെന്റ് ലേ ഡൗൺ സം പ്രോട്ടോകോൾസ് ടു ഫോളോ ഡ്യൂറിങ് COVID-19 അല്ലേ. ഗവൺമെന്റ് ലേഡ് ഡൗൺ സം പ്രിൻസിപ്പിൾസ് ഓർ റെഗുലേഷൻസ് അല്ലെങ്കിൽ പ്രോട്ടോകോൾസ് ടു ഫോളോ ഡ്യൂറിങ് ദി COVID-19 പാൻഡമിക്. ഓക്കെ, അപ്പോൾ ഫോർമുലേറ്റ് ചെയ്തു എന്നുള്ള അർത്ഥം. ഓക്കെ, അതാണ് ഇതിൻ്റെ ലേ ഡൗൺ എന്നതിൻ്റെ അർത്ഥം. അവിടെ ഓർത്തണം, ലൈ ഡൗൺ ഡിഫറെൻ്റ് ആണ്, ലേ ഡൗൺ ഡിഫറെൻ്റ് ആണ്. ഈ ലേയും ലൈയും എപ്പോഴും നമുക്ക് മനുഷ്യന് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. എക്സാമിനും അങ്ങനെ വരാറുണ്ടോ, ലേയും ലൈയും. ലൈ കിടക്കുക, ചാരിയിരിക്കുക എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. ലൈയുടെ കൂടെ ഒരു പ്രത്യേകത ഉണ്ട്. ലൈ ലൈ എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക അതിന് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഇൻട്രാൻസിറ്റീവ് വേർബാന്ന് പറയാം കേട്ടോ. ലൈ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്നു, ട്രാൻസിറ്റീവ് ഒബ്ജക്റ്റ് വേണ്ട, അതിന് ഒബ്ജക്റ്റ് വേണ്ട. ഇരിക്കുക അല്ലെങ്കിൽ ചാരി ഇരിക്കുക എന്നൊക്കെ ഉള്ളത്. വേറൊരു ലൈയും ഉണ്ട്, കള്ളം പറയുക ലൈയും ഉണ്ട്, രണ്ടും ഇൻട്രാൻസിറ്റീവ് ആണ്. പക്ഷേ ലേ ഡൗൺ എന്ന് പറഞ്ഞാൽ ലേ വാട്ട് എന്താ വെച്ചേ, എന്താ സ്ഥാപിച്ചേ. ലേ ദ ഫൗണ്ടേഷൻ അല്ലെ. ഹി ലെയ്ഡ് ദ ഫൗണ്ടേഷൻ ഫോർ ദ ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ കിട്ടി. ഹി ലെയ്ഡ് ദ ഫൗണ്ടേഷൻ ഫോർ ദി ചെയർമാൻ ലെയ്ഡ് ദ ഫൗണ്ടേഷൻ ഫോർ ദി ഹോസ്പിറ്റൽ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതിന് കെട്ടുക, ഇടുക അല്ലെ വെക്കുക എന്നൊക്കെ അർത്ഥമാണ് ലേക്കുള്ളത്. അത് അനുസരിച്ചാണ് ഫോർമുലേറ്റ്. ലേ ഡൗൺ എന്ന ഫ്രേസൽ വെർബ് വരിക. ലേ ഡൗൺ മീൻസ് ഫോർമുലേറ്റ്. പക്ഷെ ലൈ ഡൗൺ പറഞ്ഞാൽ ഇരിക്കുക, അതാണ് അർത്ഥം. ഓർത്തോണേ, ലേ ഡൗണും ലൈ ഡൗണും ഒന്ന് ഓർത്തോണം. അത് തമ്മിൽ ഡിഫറൻസ് ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ഇത് ജസ്റ്റ് ഇരിക്കുക എന്നുള്ള അർത്ഥമാണ്. അത് ഇൻട്രാൻസിറ്റീവ് വേർബാണ്. ലേയും ലൈയും മാറിപ്പോരുത്. അടുത്ത്, ഗെറ്റ് ഔട്ട് ഓഫ് ദ റട്ട് എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് ഫ്രം
അതൊരു ഫ്രേസാണ്, ഫ്രേസ് അല്ല, ഇഡിയമാണ്. ഗെറ്റ് ഔട്ട് ഓഫ് ദ റട്ട് എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് ഫ്രം ബോറിംഗ് സിറ്റുവേഷൻ. വളരെ ഒരു ബോറിംഗ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഇരിക്കുകയാണ്. അവിടെ നമ്മൾ ഗെറ്റ് ഔട്ട് ഓഫ് സംവെയർ അല്ലേ, ഗെറ്റ് ഔട്ട്, രക്ഷപ്പെട് അല്ലേ, ഗെറ്റ് ഔട്ട് ഓഫ് സംതിങ്, ഐ ഗോട്ട് ഔട്ട് ഫ്രം ദ സിറ്റുവേഷൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ. സോ ഗോട്ട് ഔട്ട് എന്തായാലും അറിയാം, രക്ഷപ്പെട്, എസ്കേപ്പ് എന്ന അർത്ഥം. സോ അത് ഫ്രേസൽ വെർബാണ്. ഗെറ്റ് ഔട്ട് ഓഫ് സംവെയർ എന്ന് പറയും, ഗെറ്റ് ഔട്ട് ഓഫ് സംവെയർ എന്ന് പറയാം. അപ്പോൾ ഗെറ്റ് ഔട്ട് ഓഫ് മീൻസ് എസ്കേപ്പ്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഗെറ്റ് ഔട്ട് ഓഫ് ദ റട്ട് എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് ഫ്രം ബോറിംഗ് സിറ്റുവേഷൻ, വളരെ ബോറിംഗ് ആയ സിറ്റുവേഷൻ ആയിരുന്നു, അവിടെ നിന്ന് രക്ഷപ്പെടുക. ദാറ്റ് ഈസ് നമ്മുടെ ഗെറ്റ് ഔട്ട് ഓഫ് ദ റട്ട്. അടുത്തത് ഗെറ്റ് ഇൻ ടു. ഈ ഗെറ്റ് ഇൻ ടു സംതിങ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഒരു മീനിങ് നിങ്ങൾക്ക് അറിയാം, ഇൻവോൾവ് ഇൻ സംതിങ്. ഗെറ്റ് ഇൻ ടു സംതിങ് എന്ന് പറഞ്ഞാൽ ഇൻവോൾവ് ഇൻ എ ബാഡ് സിറ്റുവേഷൻ. ഡോണ്ട് ഗെറ്റ് ഇൻ ടു ട്രബിൾ, കേട്ടില്ലേ? ഡോണ്ട് ഗെറ്റ് ഇൻ, വെറുതെ പോയി പ്രശ്നത്തിലൊന്നും പോയി ചെന്ന് ചാടല്ലേ. വീട്ടുകാരല്ലേ, അച്ഛനും അമ്മയും തരുന്നതാണ്, കോളേജിലൊക്കെ പഠിക്കാൻ പോകുമ്പോൾ അല്ലേ, തരുന്ന ഒരു ഉപദേശം. വെറുതെ വേണ്ടാത്ത കൂട്ടുകെട്ടിലൊന്നും പോയി പെട്ടേക്കരുത് അല്ലേ. ഡോണ്ട് ഗെറ്റ് ഇൻ ടു ട്രബിൾ, പ്രശ്നത്തിലൊന്നും ചെന്ന് പെട്ട് കൊടുത്തേക്കരുത് കേട്ടോ. ഇൻവോൾവ് ഇൻ എ ബാഡ് സിറ്റുവേഷൻ, അതും ഒരു കാര്യം. എന്നാൽ ഗെറ്റ് ഇൻ ടുവിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്, ഡിസ്കസ് സംതിങ്. വളരെ വിഗറസ് ആയിട്ട് ഒരു കാര്യത്തെ ഡിസ്കസ് ചെയ്യുന്നതിനും ഗെറ്റ് ഇൻ ടു എന്ന് പറയാം. ഫ്രേസൽ വെർബ് പല മീനിങ് ഉണ്ട്, പക്ഷേ ഇന്ന് നമ്മൾ ഗെറ്റ് ഇൻ ടു വായിക്കുന്നത് ഒരു ബാഡ് സിറ്റുവേഷനിൽ ഇൻവോൾവ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. പിന്നെ ഗെറ്റ് ഇൻ ടുവിന് വേറൊരു അർത്ഥമുണ്ട്, വാട്ട് ഗോട്ട് ഇൻ ടു യു. നിനക്ക് എന്നെ പറ്റി, ഇന്ന് ഫുൾ ജില്ലാണല്ലോ എന്ന് പറയല്ലേ, ഇന്ന് എന്നെ പറ്റി ഭയങ്കര ഹാപ്പി ആണല്ലോ, നല്ല മൂഡിലാണല്ലോ എന്ന് ചോദിക്കില്ലേ. സോ ഗോട്ട് ഇൻ ടു സംതിങ് എന്ന് പറയുമ്പോൾ വേറൊരു അർത്ഥമുണ്ട്, ഇൻഫോർമൽ ആയിട്ട് പറയാറുണ്ട്, യു ആർ അഫക്റ്റഡ് ബൈ യുവർ ഇമോഷൻ. വളരെ ഇമോഷണൽ ആയിട്ട് ഭയങ്കര അഫക്റ്റഡ് ആണ്. അതിനെ പോസിറ്റീവ് വേ കേട്ടോ, വളരെ പോസിറ്റീവ് ഇമോഷനാണ്, ഹാപ്പി, വളരെ എൻജോയബിൾ, ഇത് ഭയങ്കര എൻജോയ് ചെയ്യാണ്, സ്വന്തമായിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു, ഭയങ്കര ഹാപ്പിയാണ്, നല്ല മൂഡിലാണെന്നൊക്കെ പറയില്ലേ. ദാറ്റ് ഇസ് ഗെറ്റ് ഇൻ ടു സംതിങ്. വാട്ട് ഗോട്ട് ഇൻ ടു യു, എന്താ പറ്റിയേ ചോദിക്കില്ലേ. ദാറ്റ്സ് ഇറ്റ്, പോസിറ്റീവ് വേ, അതിൽ പോസിറ്റീവ് വേയിൽ ചോദിക്കുമ്പോൾ. ഓക്കെ, അടുത്തത് മാജിക് ബുള്ളറ്റ്. മാജിക് ബുള്ളറ്റ് എന്ന് പറയുമ്പോൾ നോക്കിയേ, മാജിക് ബുള്ളറ്റിന്റെ പ്രത്യേകത എന്താ? ഞാൻ എന്നാളും പറഞ്ഞിട്ടുണ്ട്, അതൊരു ഇഡിയമാണ്, ഇഡിയമാറ്റിക് എക്സ്പ്രഷനാണ് മാജിക് ബുള്ളറ്റ്. വി ഡോണ്ട് വോണ്ട് എ മാജിക് ബുള്ളറ്റ് ഫോർ ദിസ്. ഇതിനൊരു മാജിക് ബുള്ളറ്റിന്റെ ആവശ്യമൊന്നുമില്ല. ഐ യു വെയിറ്റിംഗ് ഫോർ എ മാജിക് ബുള്ളറ്റ്? നീ ഒരു മാജിക് ബുള്ളറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ? ഐ യു വെയിറ്റിംഗ് ഫോർ എ റെമഡി? ഇതിനൊരു സൊല്യൂഷന് വേണ്ടി വെയിറ്റ് ചെയ്യണോ? ഗോ ഫൈൻഡ് സംതിങ് അല്ലേ, പോയി കണ്ടുപിടിക്കുക സ്വന്തമായിട്ട്, അല്ലാതെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടായിരിക്കാതെ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. മാജിക് ബുള്ളറ്റ് മീൻസ് ഇത്രേ ഉള്ളൂ, റെമഡി, ഒറ്റമൂലി എന്നൊക്കെ നമ്മൾ പറയും. ഇതിനൊരു പ്രതിവിധി വേണം എന്നൊക്കെ. ഒറ്റമൂലി പനീഷാണ്, പ്രതിവിധി, പ്രതിവിധി അല്ലെങ്കിൽ സൊല്യൂഷൻ, അതാണ് മാജിക് ബുള്ളറ്റ്. നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഓർത്തോളാം. മാജിക് ബുള്ളറ്റ് മീൻസ് റെമഡി അല്ലെങ്കിൽ സൊല്യൂഷൻ. ഗ്രേറ്റ്. അപ്പോൾ ഇന്നത്തെ എല്ലാം എനിക്ക് തോന്നുന്നു കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതായിട്ട് പഠിക്കാൻ പറ്റിയെന്ന് വിശ്വസിക്കുകയാണ്. എനിവേസ് ലെറ്റ് സീ യുവർ സെന്റൻസസ്. ഫീഡ് ഓഫ് സംതിങ് നെഗറ്റീവ് മീനിങ് അല്ലേ? ആണ് കേട്ടോ. ഫീഡ് ഓഫ് സംതിങ് നെഗറ്റീവ് മീനിങ് ആണ് കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ ഒരാളെ യൂട്ടിലൈസ് ചെയ്യാണ് എന്നുള്ള രീതിയിലായിട്ട് വരാം. പിന്നെ പോസിറ്റീവ് സെൻസിലും പറയാം, ബട്ട് യു ആർ ഗെയിനിങ് ദ സ്ട്രെങ്ത് ഫ്രം സംബഡി, അതായത് അവരാണ് സംബഡി ഹൂ ഈസ് ഗിവിങ് യു ദ സ്ട്രെങ്ത് എന്ന അർത്ഥത്തിൽ വരും. മനസ്സിലായി പാർവതിക്ക്? അപ്പോൾ ഇപ്പോൾ ഇന്ന പറയാണ്, ഇന്ന പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്ന് ഇന്നത് വെച്ചിട്ടാണ് ഈ ലോക്കൽ അതോറിറ്റി ആക്കുന്നതെന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്കറിയാം കുറേ ചെറിയ ചോട്ട പാർട്ടികളൊക്കെ ഉണ്ടല്ലേ, വലിയ പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്ന് അവരുടെ സപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പം അവരാണ് ഡോമിനൻ്റ്, നമ്മൾ വീക്കറാണ് എന്ന രീതിയിൽ വരുള്ളൂ. സംഭവം എന്തായാലും നെഗറ്റീവ് ഒരു ടോണുള്ള സാധനമാണ്. ദ റിവർ സീപ്സ് ഇൻ ടു ദ സീ. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഇൻറ്റു ഒരുമിച്ച് വരണം കേട്ടോ, ഇൻറ്റു ഒരുമിച്ച് വരിക. ഓക്കെ ആദിത്യ, ജനറലി ഐ ഫീഡ് ഓഫ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫ്രം മൈ പേരൻസ്. ഓക്കെ, ഓൾ റൈറ്റ്, ക്ലിയർ. ഐ ഹാഡ് ഫീഡഡ് അല്ല ഹരി, അവിടെയാണ് നമ്മുടെ പ്രശ്നം. നമുക്ക് വെർബിന്റെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇത് ഞാനൊന്ന് ലെറ്റ് മീ ടെൽ യു ദിസ്. നമുക്കൊരു വേർബ് അറിയാമെങ്കിൽ ആ വേർബിന്റെ V1, V2, V3, V4, V5 വരെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഫീഡ് എന്ന വാക്കിന്റെ V2 എന്താണ്? ഫെഡ്. V3 എന്താണ്? ഇത് V1, V2 എന്താണ്? ഫെഡ്. ആൻഡ് V3 ഫെഡ് തന്നെയാണ്. അപ്പോൾ V5 എന്താണ്? ഫീഡിങ്. V4. ഓക്കെ, V5 എന്താണ്? ഞാനിപ്പോൾ ഇത് എഴുതുന്നത് എന്തിനാണെന്നറിയോ? ഐ നീഡ് എവ്രി വൺ ടു മേക്ക് എ നോട്ട് ഓഫ് ഇറ്റ്. ഇതൊക്കെ നോട്ട് ചെയ്ത് പോകണം. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഇങ്ങനെയാണ് ഒരു വേർബ് പഠിക്കുമ്പോൾ പഠിക്കേണ്ടത്. ഗ്രാമർ പഠിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രാമറിനെ പറ്റി ഒരു ബേസ് ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഇങ്ങനെയുള്ളതാണ്. നിങ്ങൾക്ക് ഒരു വേർബ് കൈ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വേർബിന്റെ V1 ഫോമുലേഷൻ, V2, V3, V4, V5 അറിഞ്ഞിരിക്കണം. V5 എന്ന് പറഞ്ഞാൽ പ്രസന്റ് ഫോമിലുള്ളതിന്റെ സിംഗുലർ ഫോം. പ്രസന്റിലെ അതിന്റെ സിംഗുലർ ഫോമിനെ V5 എന്ന് പറയും. V1 എന്ന് പറഞ്ഞാൽ പ്രസന്റിലെ അതിന്റെ പ്ലൂറൽ ഫോം അല്ലെങ്കിൽ റൂട്ട് ഫോം ഓഫ് എ വേർബ്. ഒരു വേർബിന്റെ റൂട്ട് ഫോമിനെ V1 എന്ന് പറയും.
Then V2 past tense ആണ്, V3 past participle form ആണ്, feeding എന്ന് പറഞ്ഞാൽ present participle form ആണ്, അല്ലെങ്കിൽ ing form എന്ന് പറയും അതിനെ. V5 എന്ന് പറഞ്ഞാലാണ് ഞാൻ ഈ പറഞ്ഞ പ്രസന്റിലെ സിംഗുലർ ഫോം. ഓർത്ത് വെച്ചോ കേട്ടോ. സോ അപ്പോൾ ഹരി എങ്ങനെ വരും? ഐ ഹാഡ് ഫെഡ് ഓഫ് മോട്ടിവേഷൻ ഫ്രം വിക്രമാദിത്യൻ മൂവി എന്ന് പറയാം. ഓക്കെ. ഐൻസ്റ്റീൻ ലേ ഡൗൺ ദ തിയറി ഓഫ് റിലേറ്റിവിറ്റി. ഐൻസ്റ്റീൻ ലേ ഡൗൺ അല്ലല്ലോ, ഐൻസ്റ്റീൻ ലെയ്ഡ് ഡൗൺ എന്ന് പറയണം. ഓക്കെ, അതാണ്. ലേ ഡൗണിന് സറണ്ടർ എന്നൊരർത്ഥം ഇല്ല കേട്ടോ. നോക്കട്ടെ, അങ്ങനെ ഒരു അർത്ഥം കൂടി ഉണ്ടല്ലോ അല്ലേ? അതാണ്. ഇത് ലൈ ഡൗണിൻ്റെ ആണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഞാനൊന്ന് കൃത്യമാക്കി നോക്കിയിട്ട് പറഞ്ഞു കേട്ടോ രേവതി. ഇപ്പോഴാണ് പറഞ്ഞത്, ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ആ കാര്യം ഞാൻ സെറ്റാക്കി തരാം. അങ്ങനെയും പറയാറുണ്ട്. ഗിവ് അപ്പിന് അർത്ഥമുണ്ട് കേട്ടോ, അതുകൊണ്ട് ഉണ്ട്. ഗിവ് അപ്പ് രണ്ടർത്ഥമുണ്ട്. പക്ഷെ ഇവിടെ എന്തായാലും ഫോമുലേറ്റ് ലേ ഡൗൺ അതുകൊണ്ട് ശരിയാ, അതുകൊണ്ട്. പക്ഷേ സറണ്ടറെ ഗിവ് അപ്പ് ചെയ്യാന്നൊരു അർത്ഥമുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ലേ ഡൗൺ കേട്ടോ. ഈ ലേ ഡൗൺ ആണ് നമ്മുടെ ഫോമുലേറ്റ് എന്ന ലേ ഡൗൺ ആണ് കേട്ടോ. ഓ, നെറ്റ് ഇഷ്യൂ വന്നായിരുന്നല്ലോ ഇൻ ബിറ്റ്വീൻ. സോറി. ഐ എം ബാക്ക് ഐ ഗെസ്. ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണേ. യെസ്. ബോസ് കോൾ ഫോർ ദ ലീവ് ലെറ്റർ. ഓക്കെ, കോൾ ഫോർ ഡിമാൻഡഡ്. ഗ്രേറ്റ്. ഹർ സ്റ്റഡീസ് സീപ്സ് ഇൻ ടു ദ റൈറ്റ് വേ. passes the right way, flows the right way. Okay. Once the baby comes out from the womb of the mother, she or he feeds off something from mother's milk അല്ല. അങ്ങനെ പറയില്ല. അവിടെയാണ് ആദ്യത്തെ ഈ ഫീഡ്സ് ഫ്രം സംതിങ് വേണ്ട ആവശ്യമില്ല. ഓഫ് എന്ന് പറഞ്ഞാൽ മതി. ഫീഡ്സ് ഓഫ് ആ സംതിങ് ആണ് മദേഴ്സ് മിൽക്ക് കേട്ടോ. ആ സംതിങ്ങിനെയാണ് മദേഴ്സ് മിൽക്ക് എന്ന് പറയുക. അപ്പോൾ അത് വിട്ടുക. അപ്പോൾ കട്ട് ചെയ്യേണ്ട കാര്യം എന്താ അറിയോ? ഈ ഓഫ് അല്ല, ഡബിൾ എഫ് ആണ് കേട്ടോ. ഹി ഓർ ഷീ സിംഗുലർ ആയതുകൊണ്ട് ഫീഡ്സ് ഓഫ് മദേഴ്സ് മിൽക്ക് വിച്ച് ഈസ് റിച്ച് ഇൻ കൊളസ്ട്രോൾ കേട്ടോ. Hi Sonal, good morning, welcome. The people called for help to stop war during Russia-Ukraine war. Yes. My parents always provide magic bullet for every problems I create. That's great. അത് കൊള്ളാം. അതാരാണ് ആ പേരൻസ്? എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ സപ്പോർട്ടീവ് അല്ലേ? നിധി കൊള്ളാം. Somebody waits magic bullet അല്ല ഗുരുദാസേ. Somebody waits for magic bulletന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അല്ലേ? Wait is not a transitive verb അല്ലേ? വെയിറ്റ് ഫോർ മീ എന്നല്ല പറയുന്നത്. വെയിറ്റ് മീ എന്ന് നമ്മൾ പറയോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. വെയിറ്റ് മീ എന്ന് പറയോ? ഇല്ല. വെയിറ്റ് ഫോർ മീ. എനിക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യേ. വെയിറ്റ് ഫോർ മീ എന്നാ പറയാം അല്ലേ? സോ അത് ഓർത്തോണം. ഇറ്റ് ഈസ് ഇൻട്രാൻസിറ്റീവ് വെർബ്. ആഫ്റ്റർ ദി ലീപ് ഇഷ്യൂ മീഡിയ ഗെറ്റ് ഇൻ ടു ആക്ടർ വിജയ് ബാബു കേസ്. യെസ്, ഇപ്പം അടുത്തതാണ് അല്ലേ? അതാണ്. ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് ദിലീപിനെ പറ്റി കേൾക്കൂല. കറക്റ്റാണ്. ജസ്റ്റ് ഗെറ്റ് ഇൻ ടു ദ മൊമെന്റ്. യെസ്, ഗ്രേറ്റ്. എൻജോയ് ദ മൊമെന്റ് അല്ലേ? ദാറ്റ്സ് ഗ്രേറ്റ്. അനു, യു കുഡ് ഹാവ് ഗോട്ടൺ ഔട്ട് ഓഫ് ദിസ് റട്ട് if you had come with us to the mountain house. Great ആണ്. അതാണ്, സെറ്റാണ്. Actually, what is the magic bullet for this problem? കൊള്ളാം. The magic bullet to grab the government job is to hard work അല്ല, is to work hard until you strive success. കേട്ടോ നീതു? ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് നൗൺ അല്ലേ? അപ്പോൾ വർക്ക് ഹാർഡ് ആകുമ്പോൾ വർക്ക് എന്ന V1 വരാം. 2 + V1 ഞാൻ നീതുവിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. 2 + V1 വരണം. അപ്പോൾ ഹാർഡ് വർക്ക് നൗൺ ആണ്. ടു വർക്ക് ഹാർഡ് എന്ന് പറയണം. വർക്ക് ഗ്യാപ്പ് വേണം, എന്നിട്ട് ഹാർഡ്. ഓക്കെ. Since she called me, I got out of the rut. Yes. The nation called for United Nations help during the financial crisis. Yes. Mathematics is always finding magic bullet of the problems. Okay. I got into the party. All right. Enjoyed the party. Yes. She is notorious for getting into dangerous situation. All right. Divorce is a magic bullet to this problem. We have to steep sell. Needu tapinni. ഓക്കെ. 2 + V1 ആണ് വേണ്ടത്. 2ൻ്റെ കൂടെ V1 ഫോമുലേഷൻ, വെർബിൻ്റെ ഫസ്റ്റ് ഫോം. ഒരിക്കലും 2 + V5 പറയോ? ഞാൻ പറഞ്ഞിട്ടുണ്ട് 2ൻ്റെ കൂടെ V5 ഇട്ട് കൊടുത്തിട്ടുണ്ട്, സംഭവം തെറ്റി. 2 ഇൻഫിനിറ്റീവ് ആണെന്നാണ് പറയുക. അതായത് 2 കഴിഞ്ഞിട്ട് എന്ത് വരണം? V1 ഫ്രഷ് ഫോം ഓഫ് എ വെർബ്, റൂട്ട് ഫോം ഓഫ് എ വെർബ് വേണം. ദാറ്റ്സ് റോങ്. അപ്പോൾ ടു സീപ്സ് പറയില്ല. എന്ത് പറയണം? വി ഹാവ് ടു സീപ്പ് ഇൻ ടു ഒബ്സ്റ്റക്കിൾസ് ഇൻ ലൈഫ്. ഓക്കെ. ഐ വെന്റ് ഫോർ vacation to get out of the rut due to prolonged quarantine. Great. Yes. Okay. അപ്പോൾ മറക്കണ്ട. Call for, feed of something, seep into, lay down, get out of the rut, get into, magic bullet. Clear? പോവാം. നമുക്ക് നേരെ നമ്മുടെ
സിനണിംസ് ആന്റണിംസ് റിലേറ്റഡ് വേർഡ്സിലോട്ട് പോകാം. അപ്പോൾ അതിന് മുമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമുണ്ട്. വല്ലപ്പോഴും വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് ഡബിൾ വാലിഡിറ്റി ഓഫർ ഫോർ ഓൾ ദ ലൈവ് ക്ലാസ്സസ്. ഇപ്പം നമ്മുടെ എല്ലാ ലൈവ് ക്ലാസ്സുകൾക്കും അതുപോലെ മഹാപാക്കിനും ടെസ്റ്റ് പാക്കുകൾക്ക്, മഹാപാക്കിനും ടെസ്റ്റ് പാക്കുകൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്കില്ല മന്ത്ലി വരാറുണ്ട് ഡബിൾ വാലിഡിറ്റി ഓഫർ. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ലൈവ് ക്ലാസ് എടുത്താലും നിങ്ങൾക്ക് ഡബിൾ വാലിഡിറ്റി ഓഫർ ഉണ്ട്. അതായത് 1 വർഷം ദൈർഘ്യമുള്ള നോട്ട്സും റെക്കോർഡഡ് ക്ലാസ്സുകളും, ക്ലാസ് 1.5 മാസം 2 മാസം ക്ലാസ്സുകളായിരിക്കും. പക്ഷെ അതിൻ്റെ നോട്ട്സും റെക്കോർഡഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് 1 വർഷം വരെ അവൈലബിൾ ആണ്, വാലിഡിറ്റി തീരുന്നവരെ അല്ലേ, വാലിഡിറ്റി ഉണ്ട്. ഡബിൾ വാലിഡിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 2 വർഷമാണ്, 2+2 അല്ലെ, 1+1 2, 2 വർഷത്തിൻ്റെ വാലിഡിറ്റിയാണ് ഡബിൾ വാലിഡിറ്റി എന്ന് പറയുക. അപ്പോൾ 2 വർഷത്തെ വാലിഡിറ്റിയോട് കൂടി നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഇപ്പോൾ പർച്ചേസ് ചെയ്യാം. ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യാം. 10th ലെവൽ എക്സാം വരാൻ പോവാണ്. 10th ലെവലിൻ്റെ ഹോൾ ടിക്കറ്റ് വരും ഈ പറയുന്ന മാസം, ഈ അവസാനം വരും. ഓർക്കുക, മെയ് മാസം എക്സാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സാം ഉണ്ടെന്ന് പറഞ്ഞാൽ ഡേറ്റ് വന്നല്ലോ, അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ധൈര്യമായിട്ട് പോയിട്ട് 10th ലെവലിൻ്റെ ടെസ്റ്റ് സീരീസ് എടുക്കാം. അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഓൺലൈൻ ടെസ്റ്റ് സീരീസ് ആണ്, മോക്ക് ടെസ്റ്റുകളാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇതിലുണ്ട് കേട്ടോ, Adda247 ആപ്പിലോ അല്ലെങ്കിൽ വെബ്സൈറ്റിലോ കയറി എടുക്കാം. അപ്പോൾ നിങ്ങൾ 15% ഡിസ്കൗണ്ടോട് കൂടി ഡബിൾ വാലിഡിറ്റി ഓഫർ കിട്ടും. ഇപ്പോൾ ടെസ്റ്റ് സീരീസിനൊക്കെ 6 മാസം വാലിഡിറ്റി, അപ്പോൾ നിങ്ങൾക്കത് ഇപ്പോൾ 1 വർഷം വാലിഡിറ്റിക്ക് കിട്ടും. അതാണ് ഈ ഒരു മന്ത് എൻഡ് ഓഫർ. ഓക്കെ, അപ്പോൾ യൂട്ടിലൈസ് ചെയ്യുക, കിട്ടുന്ന ഓഫറുകൾ യൂട്ടിലൈസ് ചെയ്യുക. ദാറ്റ് ഇസ് ഫോർ യു, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നത്. കോഡ് അടിച്ചു കൊടുക്കാൻ മറക്കണ്ട. ഏത് ഫാക്കൽറ്റി കോഡ് പഠിക്കാം. എൻ്റെ ഫാക്കൽറ്റി കോഡ് Y314 Y314 എന്നാണ് നമ്മുടെ കോഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വരാൻ പോകുന്ന യജ്ഞ ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ബാങ്കിങ് ഫൗണ്ടേഷൻ ബാച്ചാണ്. നിങ്ങൾ എവിടെ അന്വേഷിച്ചാലും അറിയാം, നിങ്ങൾക്ക് ബേസിക് ക്ലിയർ ആയിട്ട് ഇത്രയും റീസണബിൾ റേറ്റിൽ വളരെ കോസ്റ്റ് എഫക്റ്റീവ് മാനറിൽ നിങ്ങൾക്ക് ബാങ്കിങ് ക്ലാസ്സുകൾ കിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ 1100 സംതിങ് റുപ്പീസേ ഉള്ളൂ. അതിൽ നിങ്ങൾക്ക് ഡബിൾ വാലിഡിറ്റി ഓഫറിൽ കിട്ടുമെന്ന് പറയുമ്പോൾ ദാറ്റ്സ് ഹ്യൂജ്. അപ്പോൾ മാത്ത്, റീസണിങ് ആൻഡ് ഇംഗ്ലീഷിൻ്റെ ബേസ് ഇട്ട് ഫൗണ്ടേഷൻ തീർത്ത് നിങ്ങൾക്ക് എന്തായാലും ബാങ്കിങ് ക്ലാസ്സുകൾക്ക് പോകാം. എക്സാം വരുമ്പോഴേക്കും നിങ്ങൾ സെറ്റ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ May 11th ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. 1.5 മണിക്കൂറിന് 3 ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ്സിൽ കാണണം. എടുക്കാത്തവർ കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഓക്കെ, എടുത്തവർ വെയിറ്റ് ചെയ്ത് നമ്മൾ May 11 കാണാം. ഓക്കെ, ഇനി ഇംഗ്ലീഷ് പ്രോ കോഴ്സ് ഉണ്ട്. ഇംഗ്ലീഷിന് വേണ്ടി ബേസ് ഇല്ലാത്തവർക്ക് ഫൗണ്ടേഷൻ സെറ്റ് ചെയ്ത് പോകാം. ബേസിക് ടു അഡ്വാൻസ്, ഫൗണ്ടേഷൻ സെറ്റ് ചെയ്ത് പോകാം എന്നല്ല, ഫൗണ്ടേഷൻ ടു അഡ്വാൻസ് ലെവൽ. പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് തിരിഞ്ഞ് നോക്കേണ്ട കാര്യമില്ല കേട്ടോ. വൺസ് നിങ്ങൾ ഇംഗ്ലീഷ് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇംഗ്ലീഷിൻ്റെ കാര്യങ്ങൾ സെറ്റായി മനസ്സിലാക്കാൻ പറ്റും. വൊക്കാബുലറി ആയിക്കോട്ടെ, കോംപ്രഹെൻസീവ് സ്കിൽ, നിങ്ങളുടെ കോംപ്രഹെൻഷൻ ആയിക്കോട്ടെ, ഓർ യുവർ ഗ്രാമർ പാർട്ട് ക്ലിയർ ആയി അവിടെ. അത് കേരള PSC പഠിക്കുന്നവർക്കാണെങ്കിലും KSO UPSC ലെവൽ പഠിക്കുന്നവർക്കോ, ബാങ്കിങ് പഠിക്കുന്നവർക്കോ, SSCക്കോ ESICക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കും സെറ്റായിട്ടിരിക്കും. April 19 നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആഴ്ചയിൽ 4 ക്ലാസ്സൊക്കെ വരും. എസ്പെഷ്യലി നമ്മൾ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ 2 ക്ലാസ്സാണ് ഉള്ള ദിവസം ഉള്ളത്. 3 മണിക്കും 8:30ക്കും ഒരു ക്ലാസ് റീമ മിസ്സും ഒരു ക്ലാസ് ഞാനും. അങ്ങനെയാണ് ക്ലാസ്സുകൾ പോകുന്നത്. അപ്പോൾ എന്തായാലും കോഴ്സ് പർച്ചേസ് ചെയ്യാത്തവർ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ മറക്കണ്ട. കോഡ് മറക്കണ്ട, Y314 എന്ന കോഡ് അടിച്ചു കൊടുത്താൽ മതി. കൂപ്പൺ കോഡ് അടിക്കേണ്ട അടുത്ത് Y314. അപ്പോൾ 15% ഡിസ്കൗണ്ടും കിട്ടും. അതോടൊപ്പം ഇപ്പോൾ ഡബിൾ വാലിഡിറ്റി ഓഫറും ഉണ്ട്. ഓക്കെ, നമ്മുടെ സിനണിംസിലോട്ട് പോകാം. പ്രോ ആക്റ്റീവ് ആക്റ്റീവ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എനർജറ്റിക് ആയിട്ടിരിക്കുക എന്നല്ലേ. പക്ഷെ പ്രോ ആക്റ്റീവ് കുറച്ചുകൂടെ എനർജി ഇങ്ങനെ കൂടും. എന്താ വെച്ചാൽ പ്രോ ആക്റ്റീവ് ആയിട്ടൊരു കാര്യത്തെ അപ്രോച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ യു ഹാവ് ടു ടേക്ക് കൺട്രോൾ ഓഫ് സംതിങ് എന്നാണ്. അത് നിങ്ങൾ ലീഡ് ചെയ്യണം. ഗോ ആഫ്റ്റർ ഇറ്റ് ആൻഡ് ടേക്ക് ദ ലീഡ്. അതാണ് പ്രോ ആക്റ്റീവ് ആയിട്ടൊരു കാര്യത്തെ പെരുമാറുക എന്ന് പറയാം. സോ വർക്ക് പ്രോ ആക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നാളെ ഒരു പ്രശ്നം വരട്ടെ എന്നിട്ട് ഞാൻ സോൾവ് ചെയ്യാം, നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നിട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങാം എന്ന് പറയുന്ന കുട്ടികളാണ് നമ്മൾ പലരും. പക്ഷേ യു ഹാവ് ടു ബി പ്രൊആക്റ്റീവ് ഇൻ യുവർ ഡീഡ്സ്. നിങ്ങൾക്ക് സക്സീഡ് ചെയ്യണമെങ്കിൽ പ്രൊആക്റ്റീവ് ആണ്. അതായത് ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുൻപേ. അപ്പം ഇങ്ങനെ പ്രശ്നം വരുമെങ്കിൽ യു ഹാവ് ടു ടേക്ക് ചാർജ്. അതിന് മുമ്പേ നിങ്ങൾ അതിനെ നോക്കിക്കണ്ട് ചെയ്യുക. ദാറ്റ് ഈസ് എന്റർപ്രൈസിങ് ആയിരിക്കണം നിങ്ങൾ. യു ഹാവ് ടു ടേക്ക് കൺട്രോൾ ഓഫ് സംതിങ് ആൻഡ് യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് എവറിത്തിങ് ഈസ് ഗോയിങ് വെൽ. അത് ടേക്ക് ചാർജ് അല്ലെങ്കിൽ എന്റർപ്രൈസിങ് എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാം വളരെ ഡൈനമിക് ആയിട്ടിരിക്കുക, ജില്ലായിട്ടിരുന്നുള്ള. ദാറ്റ് ഈസ് വാട്ട് എനർജറ്റിക് ഡൈനമിക് എന്നുണ്ട്. പക്ഷേ ഇതിനേക്കാളും ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്തായാലും എന്റർപ്രൈസിങ് ആൻഡ് ടേക്ക് ചാർജ് ആണ് കേട്ടോ. പിന്നെയാണ് നമുക്ക് ഡൈനമിക്കും എനർജറ്റിക്കും വരിക. ഓർത്തോണം, പ്രൊആക്റ്റീവ്. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓർത്ത് വെച്ചോണം കേട്ടല്ലോ. പറഞ്ഞല്ലോ. ഐ നീഡ് എ മാജിക് ബുള്ളറ്റ് ഇമീഡിയറ്റ്ലി ടു ഗെറ്റ് റിഡ് ഓഫ് ഹെഡേക്ക്. രേവതിക്കാണോ ഇപ്പോൾ തലവേദന? എൻ്റെ തലവേദന പോയല്ലോ. കൊള്ളാം. അത് പകർന്നു കിട്ടുന്ന അസുഖമാണോ? അല്ലേ, കൊള്ളാം. ആർട്സ് ഹെൽപ്പ് പീപ്പിൾ ഫ്രം ഗെറ്റ് ഔട്ട് ഓഫ് ദ റട്ടോ. ഗുരുദാസെ അടിമേടിക്കും. നീ എൻ്റെ അടുത്ത് നേരിട്ടുണ്ടായിരുന്ന അടിമേടിച്ചാൽ നീ. ഫ്രം ഇസ് എ പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷന് ശേഷം വേർബാണ് വരുന്നത്, ഒബ്ജക്റ്റ് അല്ലേ. റിമെമ്പർ, ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ഓർത്തു വെച്ചോണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പ്രിപ്പോസിഷന് ശേഷം ഒബ്ജക്റ്റ്. അതായത് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരാം? നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ വരാം. ഇത് നൗൺ അല്ല, പ്രൊനൗൺ അല്ല. ഗെറ്റ് എന്ന് പറയുന്ന നൗണും അല്ല, പ്രൊനൗണും അല്ല, വേർബാണ്. വേർബിനെ നൗൺ ആക്കാൻ ഒരു മെത്തേഡേ ഉള്ളൂ. വേർബൽ നൗൺ നമുക്കുണ്ട്, ജെറണ്ട്.
അപ്പോൾ എന്ത് കൊടുക്കണം? ഫ്രം ഗെറ്റിംഗ് ഔട്ട് ഓഫ്. ഫ്രം ഗെറ്റിംഗ് ഔട്ട് ഓഫ്. മനസ്സിലായോ? ഫ്രം അച്ചീവിങ് സക്സസ്, ഫ്രം എസ്കേപ്പിംഗ് ദ ഡേഞ്ചർ. കേട്ടിട്ടില്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ ഫ്രം എന്ന് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേർബാ കിട്ടുന്നെങ്കിൽ ആ വേർബിന് ING കൊടുത്താൽ മതി. അത് ജെറണ്ടായി, ഒബ്ജക്റ്റായി. അപ്പോൾ അത് കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. ശ്രദ്ധിച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ്. ഐ എം ട്രൈങ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ ഡ്രഡ് and get into peaceful life. Great. The river seeped into that pit. Okay. State government calls for NSG for magic bullet for domestic crisis. Great, Janvi. Management is laying down new rules, formulating. Great. In cities, if water not seep into drainage, it will create flood. In cities, if water is not seeped into, if water is not seeped into drainage, അവിടെ പാസ്വേസേഷൻ കൊടുക്കണം. ദീപക്കെ, ഇഫ് വാട്ടർ ഈസ് നോട്ട് സീപ്ഡ് ഇൻ ടു ഡ്രെയിനേജ് ഇറ്റ് വിൽ ക്രിയേറ്റ് ഫ്ലഡ്. ദ ഓൺലി മാജിക് ബുള്ളറ്റ് ഈസ് ക്ലിയർ വാട്ടർ ഫ്ലോ. അത് കറക്റ്റ് സെന്റൻസ് ആണ് കേട്ടോ. ഒരു സെന്റൻസിൽ 2 ഫ്രേസിൽ പോയി എന്നുള്ളൊരു തെറ്റൂല കേട്ടോ വിദ്യ. അത് അക്കോർഡിംഗ് ടു അസ് ആണ്. ഒരു സെന്റൻസ് എന്ന് പറയുമ്പോൾ പല ക്ലോസുകൾ ചേർന്ന നമ്മളത് പഠിക്കും കേട്ടോ വിദ്യ. നമ്മളത് പഠിക്കും. ഒരു സെന്റൻസിൽ പല ക്ലോസുകൾ വരാം, 2 ക്ലോസുകൾ വരാം. ഫ്രേസൽ വേർബ് എന്ന് പറയുമ്പോൾ ഒരു സെന്റൻസിൽ 2 വേർബ് വരായികയൊന്നുമില്ല. ഒരു ക്ലോസിൽ ഒരു വേർബ് ഉണ്ടാവുള്ളൂ, ഒരു വേർബ് ഒരു സബ്ജക്റ്റ് മതി. പക്ഷേ 2 സെന്റൻസ് എന്ന് പറയുമ്പോൾ സിമ്പിൾ സെന്റൻസ് ഉണ്ട്, കോമ്പൗണ്ട് സെന്റൻസ് ഉണ്ട്, കോംപ്ലക്സ് സെന്റൻസ് ഉണ്ട്, കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് ഉണ്ട്. സോ ദർ ആർ ടൈപ്സ്. അതുകൊണ്ട് ഞാനത് പഠിപ്പിച്ചു തരാം കേട്ടോ. ഡെയിലീസ് റിതം സീപ്പ് ഇൻ ടു ടെക്കുലർ ലൈഫോ. ഡെയിലീസ് റിതമോ, ഡെയിലി എന്ന് പറയുന്നത് എന്താ അർത്ഥം? ഡെയിലി എന്ന് പറയുന്ന അഡ്വേർബ്. അപ്പോൾ ഡെയിലിയുടെ കൂടെ അപ്പസ്ട്രോഫീസ് കൊടുക്കില്ല. ഡെയിലി അതോ ഡെയിലി എന്ന് പറഞ്ഞ പേര് വല്ലതാണ് ഉദ്ദേശിക്കുന്നത്? ഡെയിലി എന്ന് പേര്, ഡെയിലി ഇറ്റ്സ് ആൻ അഡ്വേർബ് ആസ് ഓഫ് നൗ. അത് ഓർക്കാം. അതല്ലാതെ പേര് വല്ലതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഡെയിലീസ് റിതം സീപ്പ് ഇൻ ടു ടെഗുലർ ലൈഫോ, റെഗുലർ ആണ് ഉദ്ദേശിച്ചത്. റീഡിംഗ് ഹെൽപ്സ് മീ ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ റട്ട്. ഗ്രേറ്റ്. ഗുരുദാസെ സെറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇൻഫ്ലമേറ്ററി, ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ ഇറിറ്റേഷൻ ആണ് അല്ലേ? ഒരു ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അലർജിക് റിയാക്ഷൻ ആണ് ഇൻഫ്ലമേഷൻ. സോ ഇൻഫ്ലമേറ്ററി മീൻസ് അലർജിക് അല്ലേ? അലർജിക് ആയിട്ടുള്ള, ഇറിറ്റൻ്റ് ആയിട്ടുള്ള അർത്ഥമാണ് കേട്ടോ. അലർജിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇറിറ്റൻ്റ് ആയിട്ടുള്ള എന്നുള്ള അർത്ഥമാണ് ഇൻഫ്ലമേറ്ററിക്ക് ആദ്യത്തെ. സയന്റിഫിക്കലി അത് പറയും. എന്നാൽ ഇൻഫ്ലമേറ്ററി വേറെ അർത്ഥം ഉണ്ടെന്നാ, ചൊറിയുന്ന അല്ലേ, പ്രൊവക്കേറ്റീവ് ആയിട്ടുള്ള. ഇൻഫ്ലമേറ്ററി കമൻസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇൻഫ്ലമേറ്ററി, നോട്ട് കമൻസ്, കോമൻസ്. ഇൻഫ്ലമേറ്ററി കോമൻസ്, കമൻറ്റ് ചെയ്യുക, കമൻറ്റ് വേർബ്, കോമൻറ്റ് നൗൺ കേട്ടോ. ഇൻഫ്ലമേറ്ററി കോമൻസ്, പ്രൊവക്കേറ്റീവ് കോമൻസ്, ഇൻഫ്ലെയിമിങ്, വെറുതെ മനുഷ്യനായിട്ട് ആളിക്കത്തുന്ന, സ്റ്റിർ ചെയ്യുന്ന, സ്റ്റിറിങ് അല്ലേ? നമ്മളെ ചുമ്മാ ഇട്ടിട്ട് ഇങ്ങനെ കുത്താൻ വരിക എന്ന് പറയില്ലേ? നമ്മളെ വെറുതെ പ്രൊവോക്ക് ചെയ്യുക എന്ന് പറയില്ലേ? വെറുതെ എന്നെ ചൊറിയാൻ വരല്ലേ എന്ന് പറയില്ല നമ്മൾ. സോ ദാറ്റ് ഈസ് ഇൻഫ്ലമേറ്ററി ഈസ് എൻ അഡ്ജക്റ്റീവ്. ദാറ്റ് മീൻസ് സയന്റിഫിക്കലി അലർജിക് ആൻഡ് ഇറിറ്റന്റ് എന്ന് പറയാം. അല്ലാതെ പ്രൊവക്കേറ്റീവ്, ഇൻഫ്ലെയിമിങ്, സ്റ്റിറിങ് എന്നൊക്കെ അർത്ഥമുണ്ട്. ഓർത്തോണം. ഓക്കെ, യെസ്. അടുത്തത് അണ്ടർസ്റ്റേറ്റ്. അണ്ടർസ്റ്റേറ്റ് ചെയ്യുക മീൻസ്, അണ്ടർസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത്. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് എ കോമൺ മാൻ. കേട്ടിട്ടില്ലേ നമ്മളെ ഷാരൂഖ് ഖാൻ്റെ ഡയലോഗാണ്. സോ അണ്ടർസ്റ്റേറ്റ് ചെയ്യുക മീൻസ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക, ഡൗൺ പ്ലേ ചെയ്യുക, ട്രിവിയലൈസ് ചെയ്യുക അല്ലേ? അണ്ടർ റേറ്റ് ചെയ്യുക ഒരു കാര്യത്തിനെ, അതിന് എന്താ പറയുക, അതിനെ നമ്മൾ പറയുക ഡി എംഫസൈസ് ചെയ്യുക എന്ന് പറയും. ഊന്നൽ കൊടുക്കുന്നതിനെ നമ്മൾ തിരിച്ച് നേരെ ഇത് കൊടുക്കുന്നതിന് ഡി എംഫസൈസ് ചെയ്യുക എന്ന് പറയും അല്ലേ? ഡി എംഫസൈസ് ചെയ്യുക, ഡൗൺ പ്ലേ ചെയ്യുക, ഡി എംഫസൈസ് ചെയ്യുക. അതായത് എംഫസൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഊന്നൽ കൊടുക്കുക എന്നാണ്. എംഫസൈസ്, എംഫസിസ് അല്ല, എംഫസിസ് എന്ന് പറയുമ്പോൾ നൗണായി. എംഫസൈസ്, SISE, എംഫസൈസ്, ഡി എംഫസൈസ് ചെയ്യുക, ഓർ അണ്ടർ റേറ്റ് ചെയ്യുക, അണ്ടർ റേറ്റ് അല്ലെങ്കിൽ അണ്ടർ എസ്റ്റിമേറ്റ്, ട്രിവിയലൈസ്, വളരെ സില്ലി ആയിട്ട് കണക്കാക്കുക, ട്രിവിയലൈസ് ചെയ്യുക, ഒരു കാര്യത്തിന് ട്രിവിയൽ ആയിട്ട് കാണുക. ദാറ്റ് ഈസ് ട്രിവിയലൈസിങ് സംതിങ്. ഡൗൺ പ്ലേ സംതിങ് അല്ലെങ്കിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക, അണ്ടർ റേറ്റ് ചെയ്യുക, അതിനെയാണ് അണ്ടർ സ്റ്റേറ്റ് ചെയ്യുക എന്ന് പറയാം. നിങ്ങളിത് കാണും. അണ്ടർ സ്റ്റേറ്റ്മെന്റ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അണ്ടർ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് ഓടി വരണം അണ്ടർ സ്റ്റേറ്റ്മെന്റ് എന്ന്. അണ്ടർ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് ഓർത്ത് വയ്ക്കേ. അണ്ടർ സ്റ്റേറ്റ്മെന്റ് കൂടെ അതിൻ്റെ കൂടെ ചെറുതായിട്ട് കൂട്ടിച്ചേർക്കുന്ന ഒരു സാധനമാണ്. ബട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. അണ്ടർസ്റ്റേറ്റ് ചെയ്യരുതെന്ന് പറയും. അണ്ടർസ്റ്റേറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അതിനെ ചെറുതാക്കി കാണണ്ട, ചെറുതാക്കി കാണാൻ ഇറ്റ്സ് ബിഗ്, ഇറ്റ്സ് ഹ്യൂജ്, വി ഹാവ് ടു ടേക്ക് ചാർജ് അല്ലേ? വി ഹാവ് ടു ബി പ്രൊആക്റ്റീവ്. അത് അണ്ടർസ്റ്റേറ്റ് ചെയ്യാനുള്ളൊരു കാര്യമല്ല. ഡോണ്ട് അണ്ടർസ്റ്റേറ്റ് ദിസ് എന്ന് പറയും. ലെറ്റ്സ് സീ എന്താണെന്നുള്ളത് സെൻറ്റൻസുകൾ നമുക്ക് കാണാം. അടുത്ത പെഡിൽ. പെഡിൽ മീൻസ് സെല്ല് ചെയ്യുക, വെൻഡ് ചെയ്യുക, വിൽക്കുക, പെഡിൽ ചെയ്യുക കേട്ടോ. പെഡിൽ ഹെയ്റ്റ് സ്പീച്ച്. ഹെയ്റ്റ് സ്പീച്ച് പെഡിൽ ചെയ്യുക, വിറ്റഴിക്കുകയാണ്, വിറ്റഴിക്കുക എന്ന് പറയും. അല്ലെങ്കിൽ ഒന്ന് ലിറ്ററൽ മീനിങ്ങിൽ വിറ്റഴിക്കുക എന്ന് പറയുന്നത് കൂടാതെ നമുക്കറിയാം
വിറ്റഴിക്കുക മീൻസ് വാട്ട്, യു ആർ അഡ്വക്കേറ്റിംഗ് ഇറ്റ്, യു ആർ സർക്കുലേറ്റിംഗ് ഇറ്റ്, എല്ലാവർക്കും സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഇത് അല്ലേ, നമ്മളൊരു പ്രൊപ്പഗാൻഡ മുന്നോട്ട് വെക്കുക എന്ന് ചോദിച്ചോ, അല്ലെങ്കിൽ ഒരു പ്രസംഗം വെക്കുക, നിങ്ങളൊരു പബ്ലിക് സ്റ്റേജിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയം വാടകയ്ക്ക് എടുത്തിട്ട് കുറച്ച് ആൾക്കാരെ വിളിച്ച് കൂട്ടിയിട്ട് നിങ്ങളൊരു സർക്കുലറൊക്കെ കൊടുത്തിട്ട് അവരോട് പറയാം, എങ്ങനെയാണ് ഹെയ്റ്റ് സ്പീച്ച് കൊടുക്കുവാണെങ്കിൽ അവർ വിശ്വസിക്കുമല്ലേ? സാധാരണക്കാരാണെങ്കിൽ ഉടനെ വിശ്വസിക്കും അല്ലേ? ഇലക്ഷൻ പ്രൊപ്പഗാൻഡയ്ക്ക് അങ്ങനെയല്ലേ, ഇവർ വലിയ പ്രസംഗം പ്രകടനങ്ങളും നടത്തും, എന്നിട്ട് മറ്റുള്ളവരോട് അഡ്വക്കേറ്റ് ചെയ്ത് കൊടുക്കും, ഇവരുടെ ഐഡിയോളജീസ് അഡ്വക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഈ പറഞ്ഞ ഹെയ്റ്റ് സ്പീച്ചും അങ്ങനെയാണ്, ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഈ ഹെയ്റ്റ് സ്പീച്ച് കൊണ്ട്. സോ പെഡ്ലിംഗ് സംതിങ് മീൻസ് യു ആർ അഡ്വക്കേറ്റിംഗ് സംതിങ്, യു ആർ സജസ്റ്റിംഗ് സംതിങ്, ഏർജിങ് സംതിങ്. ഒരാളോട് ഏർജ് ചെയ്ത് കൊടുക്കുകയാണ്, സജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്, അഡ്വക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ദാറ്റ് ഇസ് പെഡൽ. ഓർത്തോണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോ ഇൻ ഇംഗ്ലീഷ്, വിപിൻ പ്രോ ഇൻ ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് പ്രോയിലെ പ്രോ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇംഗ്ലീഷ് ശരിക്കും നൗൺ അല്ലേ, ഇറ്റ്സ് എ ലാംഗ്വേജ്, നൗൺ ആണ്. ഇംഗ്ലീഷ് പ്രോ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അവിടെ അഡ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്, പ്രോ അവിടെ നൗണാണ്. പ്രോ എന്ന് പറഞ്ഞാൽ പ്രൊഫിഷ്യൻറ്റ്. പ്രൊഫിഷ്യൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രോ ആകുക എന്ന് പറഞ്ഞാൽ, പ്രൊഫിഷ്യൻ്റ് ആകുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജീനിയസ്, ഇംഗ്ലീഷ് ജീനിയസ്, അതാണ് നമ്മുടെ പ്രോ കേട്ടോ. പ്രോ മീൻസ് ജീനിയസ്, പ്രൊഫിഷ്യൻറ്റ്. ഓക്കെ, ലൈവിലുള്ളവരൊക്കെ നോക്കി ലൈക്ക് ഒന്നും ഇടുന്നില്ലല്ലോ, നിങ്ങൾക്കറിയാം, യു നോ വാട്ട് ടു ഡു, ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. മറ്റുള്ളവരോട്ട് ഷെയർ ചെയ്യേ, അതുപോലെ മറ്റുള്ളവരിലോട്ട് എത്തിക്ക്, ലൈക്ക്, ഡു ലൈക്ക് ആൻഡ് ഷെയർ, ഷോ മീ സം ലവ്. എവിടെയാണ് നിങ്ങൾ, എവിടെയാണ് സ്നേഹമില്ലേ? കൊള്ളാം. അടുത്ത് കോൺസ്പിക്വസ്. കോൺസ്പിക്വസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇറ്റ്സ് ആൻ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ, പഠിച്ചിട്ടുണ്ട് നമ്മൾ. ക്ലിയർ, ഇറ്റ് ഈസ് കോൺസ്പിക്വസ് ഇൻ യുവർ സ്പീച്ച്. നിന്റെ സ്പീച്ചിൽ അത് ക്ലിയർ ആണ്. ഇറ്റ്സ് ക്ലിയർ, ഇറ്റ്സ് വിസിബിൾ, ഇറ്റ്സ് നോട്ടിസിബിൾ. എവിഡൻ്റ് ആണ്, ഇത് ക്ലിയർ ആണ്, എവിഡൻ്റ് ആണ്, വിസിബിൾ ആണ്, നോട്ടിസിബിൾ ആണ്. കാണാം, കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ദാറ്റ് ഈസ് കോൺസ്പിക്വസ്. ഓർത്തോളൂ കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ചെയ്യാം. സെൻറ്റൻസ് നോക്കട്ടെ. ബിസിനസ് വിൽ ഫൈൻഡ് എ പ്രൊആക്റ്റീവ് അപ്രോച്ച് ടു ഹെൽപ്പ് ഫെസിലിറ്റേറ്റിംഗ് ദ റിലൊക്കേഷൻ ഓർ എക്സ്പാൻഷൻ ഇൻ ടു അവർ റീജിയൻ. ഗ്രേറ്റ്. ഡോണ്ട് പ്രൊവോക്കേറ്റ് മീ. ഡോണ്ട് പ്രൊവോക്കേറ്റ് മീ എന്ന് പറയുമോ? പ്രൊവോക്ക് മീ, പ്രൊവോക്കേറ്റ് ചെയ്യുക അതുപോലെ. ഡോണ്ട് പ്രൊവോക്ക് മീ, എന്നെ പ്രൊവോക്ക് ചെയ്യണ്ട. ഓക്കെ, യെസ്. അല്ലേ, പ്രൊവോക്കേറ്റ് ചെയ്യാൻ നോക്കുക. പ്രൊവോക്കേറ്റിന് പ്രശ്നം ഉണ്ടായിട്ടല്ല, ഞാൻ അതിലൊരു വ്യത്യാസം പറഞ്ഞുതരാം. ഓക്കെ, പ്രൊവോക്കേറ്റിൻ്റെ ഇതിൻ്റെ വ്യത്യാസം പറഞ്ഞുതരാം കേട്ടോ. പ്രൊവോക്കേറ്റ് എന്ന് പറയുമ്പം നമ്മളതിനെ വളരെ ഒരു നേറ്റീവ് ടങ്ങിൽ പറയുന്നതാണ്. ശരിക്കും ഇംഗ്ലീഷിൽ പ്രൊവൊക്കേഷൻ അല്ലെങ്കിൽ പ്രൊവോക്കേറ്റീവ് എന്നുള്ളതിൻ്റെ വേർബ് ഫോർമുലേഷൻ പ്രൊവോക്കാണ്. പ്രൊവോക്കേറ്റ് ചെയ്യാന്നല്ല, പ്രൊവോക്ക് എന്നാണ് കേട്ടോ. വേർബ് പ്രൊവോക്കാണ്. പ്രൊവോക്കേറ്റീവ് ഇസ് ഇൻഫോർമലി എല്ലാവരും പറയുന്ന യൂസേജാണ്. അതും ചില ഏരിയയിൽ മാത്രം ഒരു സ്ലാങ് പോലെ പറയുന്നതാണ്. ഇറ്റ്സ് നോട്ട് പ്രൊവോക്കേറ്റ്, ഇറ്റ്സ് പ്രൊവോക്ക്. വേർബ് പ്രൊവോക്കാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം ആദിത്യ. ഡോണ്ട് പ്രൊവോക്ക് മീ, എന്നെ വെറുതെ പ്രൊവോക്ക് ചെയ്യല്ലേ. ദാറ്റ്സ് ഇറ്റ്. The magic bullet to not get into. Okay, an unnecessary issue is to lay down good principles in your life. Okay, formulate. Very good. Rahul Ishwar's talk in news or debate regarding Dilip issue creates inflammatory to others അല്ല, inflammatory to others creates verb ആണ്. വെർബിന് ശേഷം ഒബ്ജക്റ്റ് വരണം അല്ലേ? പ്രിപ്പോസിഷന് ശേഷം എപ്പോഴാണോ ഒബ്ജക്റ്റ് വരേണ്ടത്? ട്രാൻസിറ്റീവ് വെർബിന് ശേഷം ഒബ്ജക്റ്റ് വരണം. എങ്ങനെയാണോ പ്രിപ്പോസിഷന് ശേഷം ഒബ്ജക്റ്റ് വരേണ്ടത്, ട്രാൻസിറ്റീവ് വെർബിന് ശേഷവും ഒബ്ജക്റ്റ് വരണം. അതാണ് റൂൾ. ഇതും നമ്മളത് പഠിച്ചതാ. അപ്പോൾ ക്രിയേറ്റ്സ് കഴിഞ്ഞിട്ട് ഇൻഫ്ലമേറ്ററി എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേറ്ററി കമൻസ്, ഇൻഫ്ലമേറ്ററി എന്തും ഒരു നൗണ് വന്നിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ എന്ന് കൊടുക്കുക, ഇറിറ്റേഷൻ എന്ന് കൊടുക്കുക, ഇൻഫ്ലമേഷൻ എന്ന് കൊടുത്തു കേട്ടോ. ഇൻഫ്ലമേഷൻ ടു അതേഴ്സ് കൊടുത്തു, അപ്പോൾ കുഴപ്പമില്ല. Leaders in many countries are trying to find out a magic bullet for the ongoing war between Ukraine and Russia. അത് തന്നെ സെറ്റ്. അണ്ടർസ്റ്റേറ്റ് ഓപ്പോസിറ്റ് അണ്ടർസ്കോർ അല്ലേ? അതെ, അണ്ടർസ്റ്റേറ്റിന്റെ ഓപ്പോസിറ്റ് അണ്ടർസ്കോർ ആണ്. യെസ്, അണ്ടർസ്റ്റേറ്റിന്റെ ഓപ്പോസിറ്റ് അണ്ടർസ്കോർ ആണ്. രേവതി, വെരി ഗുഡ്. അണ്ടർസ്റ്റേറ്റ് ചെയ്യുക, അണ്ടർസ്കോർ ചെയ്യുക. യാ, ഓക്കെ ആണ്. ഇൻഫ്ലമേറ്ററി ക്ലിക്ക് ബൈറ്റ്സ് ഓൺ സോഷ്യൽ മീഡിയ റീച്ച് ക്വിക്ലി ദാൻ നോർമൽ വീഡിയോസ്. അത് സത്യം. അല്ലെങ്കിലും ഇങ്ങനെയുള്ള വീഡിയോസ് ആണല്ലോ സ്പ്രെഡ് ചെയ്യുക കൂടുതൽ. അത് കറക്റ്റ് ആട്ടോ. ഹരി. ദ സ്ട്രീറ്റ് വെൻഡേഴ്സ് പെഡൽ ദ ഫ്രൂട്ട് വിത്ത് 20% ഡിസ്കൗണ്ട്. ഓക്കെ. He is a proactive person who always spread positive vibe to others. That's great. He always understate her opinion. Okay. He always understate ആണോ നീതു? സബ്ജക്റ്റിന് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വേർബ് കൊടുക്കണം. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ വേർബ് കൊടുക്കണം. ഹി എന്ന് പറയുന്നത് സിംഗുലർ. അപ്പോൾ എന്ത് കൊടുക്കണം? ഹി ഓൾവേസ് അണ്ടർസ്റ്റേറ്റ്സ് ഹെർ ഒപ്പീനിയൻ. ശ്രദ്ധിക്കണം. ഓക്കെ. ഗവൺമെന്റ് ഡസ് നോട്ട് ഹാവ് കോൺസ്പിക്വസ് വ്യൂ അബൌട്ട് KRA. Clear view. Okay, great.
Arthritis is an inflammatory disease. Yes. Her hate towards patriarchy is conspicuous in her opinions. Yes. Conspicuous peoples always get problems. Peoples അല്ല ടിൻസി, people already plural അല്ലേ, അപ്പോൾ people മതി. പിന്നെ ടിൻസിയെ കാണാൻ വേണ്ടി ഇരിക്കുമായിരുന്നു ഞാൻ. നമ്മുടെ ഇന്നലത്തെ PDF കിട്ടിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇന്ന് ചെക്ക് ചെയ്തു. ഞാൻ ടെക്നിക്കൽ ടീമിനോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ തന്നെ അത് ഡൗൺലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സോ ഗിവ് മീ സം ടൈം. ക്ലാസ് കഴിയുമ്പോൾ ഉടനെ ഞാനത് ഉറപ്പ് വരുത്താം. ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് ബോത്ത് ദ PDF ഇന്നലത്തെയും അപ്ലോഡഡ് ആയി എന്ന് ഉറപ്പ് വരുത്താം ടിൻസി. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ കമൻറ്റ് കേട്ടോ. എനിക്ക് ടെലിഗ്രാമിൽ അയച്ചതെന്ന് ഓർമ്മപ്പെടുത്തിയതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാനത് കണ്ടിരുന്നു, പക്ഷേ എനിക്ക് റിപ്ലൈ ചെയ്യാനുള്ള സമയമില്ല, രാവിലെ ടൈപ്പ് ചെയ്യാനുള്ള ധൃതിയിലായിരുന്നു കേട്ടോ. സോ ദാറ്റ്സ് വൈ. യെസ്, അപ്പോൾ കോൺസ്പിക്വസ് പീപ്പിൾസ് അല്ല കേട്ടോ, എന്താണ് ടിൻസി, പീപ്പിൾ ഓൾറെഡി പ്ലൂറൽ അല്ലേ, അതുകൊണ്ട് അവോയ്ഡിങ് ഇൻഫ്ലമേറ്ററി പേഴ്സൺ ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസിഷൻസ്. Great. Notice must be placed in conspicuous area, clear area. Okay. The king is understating the effect of war on the common people. All right, great. Let others understand you. You know what really you are. Great, Karthika. He peddled all the old stock. Sold, alle. Ever since kindergarten, she has been proactive. Okay, great. His new project presented in front of his superior was approved as it is conspicuous to them. Great. Clear to them. Uptick in fuel price creates inflammation in everyone. അതെ, ഇറിറ്റേഷൻ കറക്റ്റ് ആണ്. ദ ഇൻഫ്ലമേറ്ററി കണ്ടോ, ഇതുപോലെയാണ് കേട്ടോ വരണ്ടേ. ഇൻഫ്ലമേഷൻ കേട്ടോ, ഇതു ഇങ്ങനെ ക്രിയേറ്റ്സ് ഇൻഫ്ലമേഷൻ ഇൻ എവ്രി വൺ. അതുപോലെയാണ് ദിലീപ് കേസിന്റെ കാര്യം. ക്രിയേറ്റ്സ് ഇൻഫ്ലമേഷൻ എന്ന് പറയണം കേട്ടോ, അങ്ങനെ കൊടുക്കണം. ദ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഇൻ ബോഡി ഈസ് ക്യാരിഡ് ഔട്ട് ബൈ WBC. ഓക്കെ. ദി proactive student is conspicuous among all others. Visible, noticeable, great. Our finance minister peddled everything. Okay, told everything. Okay. It is conspicuous that the medicine causes an inflammatory reaction. That's correct. The class taken by the leader was inflammatory in nature. That's kollam set. Conspicuous success is proportional to our hard work. Yeah. Success spelling ശരിയാക്കി മിടുക്കി ടൈപ്പ് വരുന്നല്ലേ. It's okay. It's a conspicuous problem and you now understate it. Okay. All right. I should have never underestimated the HC exam. അനു കൊള്ളാം, സെറ്റ്. ഓക്കെ, അപ്പോൾ എന്തായാലും സെറ്റ് ആണല്ലോ. അടുത്തലോട്ട് പോകാം. വോസിഫറസ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു വോസിഫറസ് എന്ന അഡ്ജക്റ്റീവ്. വോസിഫറസ് മീൻസ് ഔട്ട് സ്പോക്കൺ, വെഹിമെന്റ് ആണ്, നല്ല ഒച്ചയിൽ, ഫ്രാങ്ക് ആണ്. വോസിഫറസ് മീൻസ് ഇറ്റ്സ് ഫ്രാങ്ക് ആയിട്ട് ഒച്ചത്തിൽ നമ്മൾ വിളിച്ച് പറയും, നമ്മൾ ഒരാളോട് പറയും. ഇറ്റ് ഈസ് ഔട്ട് സ്പോക്കൺ, വോക്കൽ, വെഹിമെന്റ് ഓർ ഫ്രാങ്ക്. അടുത്തത് ഫൾമിനേഷൻ. അത് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് പറയാം. നമ്മൾ ഇതുവരെ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഫൾമിനേഷൻ മീൻസ് പ്രൊട്ടസ്റ്റ്, എതിർപ്പ്, ഒബ്ജെക്ഷൻ, ഡിനൻസിയേഷൻ മീൻസ് ക്രിട്ടിസൈസ് ചെയ്യുക, കണ്ടംപ്റ്റ് ചെയ്യുക. കണ്ടംനേഷൻ അതാണ് കേട്ടോ, പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ കണ്ടംനേഷൻ. വളരെ ഒരു എന്താ പറയുക, താല്പര്യമില്ലാതെ എല്ലാവരും അങ്ങനെ അതിനോട് പറ്റിയൊരു ഇത് പറയില്ലേ, അതിനെയാണ് ക്രിറ്റിസിസം. അതാണ് കണ്ടംനേഷൻ ഓർ ഡിനൻസിയേഷൻ. ഓർക്കണം. ഓക്കെ, ഓർത്തോണം. സോ പ്രൊട്ടസ്റ്റ്, ഒബ്ജെക്ഷൻ, ഫൾമിനേഷൻ എന്നുള്ള മീനിങ്ങിൻ്റെ, ഫൾമിനേഷൻ എന്ന വാക്കിൻ്റെ മീനിങ് ആണെന്നുള്ള കാര്യം ഓർക്കാം. അടുത്തത് ഇൻസൈറ്റ്മെന്റ്. ഇൻസൈറ്റ് ചെയ്യാൻ നിങ്ങൾക്കറിയാം, ഏർജ് ചെയ്യുക, പെർസ്വേഡ് ചെയ്യുക, ഇൻഡ്യൂസ് ചെയ്യുന്നതാണ് ഇൻസൈറ്റ്. ഇന്ന് ഇൻസൈറ്റ് എന്ന വേർബും നിങ്ങൾ കാണും കേട്ടോ. ഇൻസൈറ്റ് എന്ന വേർബും ഇന്ന് നിങ്ങൾ കാണും. ഇൻസൈറ്റ് ചെയ്യുക എന്ന വേർബിൻ്റെ നോൺ ഫോർമുലേഷൻ ആണ് ഇൻസൈറ്റ്മെന്റ്. അപ്പോൾ ഇൻസൈറ്റ് ചെയ്യുക, ഏർജ് ചെയ്യുക, ഇതൊക്കെയാണല്ലോ, പെർസ്വേഡ് ചെയ്യുകയാണല്ലോ. അപ്പോൾ ഇൻസൈറ്റ്മെന്റ് മീൻസ് ഏർജിങ്. പെർസ്വേഷൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണേ. പെർസ്വേഷൻ, TION അല്ല, SION ആണ്. പെർസ്വേഡ് എന്ന വേർബിൻ്റെ പെർസ്വേഷൻ PERSUASION ആണ്. സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. ഇൻഡ്യൂസ്മെന്റ്, ഇൻഡ്യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് ഇൻസൈറ്റ്മെന്റ്. ഓർത്തോണം കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. യെസ്. ഓക്കെ, അടുത്തത് കോൺക്ലേവ്. കോൺക്ലേവ് എന്താണെന്നറിയാലോ. കോൺക്ലേവ് നിങ്ങൾക്ക് മിററും കോൺക്ലേവ് ലെൻസിനെ പറ്റിയൊക്കെ അറിയാമായിരിക്കുമല്ലോ. ഉള്ളിലോട്ട് കേവ് പോലെ കുഴിഞ്ഞിരിക്കുന്നതിനെ ആണെങ്കിൽ നമ്മെ കോൺകേവ് എന്ന് പറയും. പുറത്തോട്ട് ബൾജ് ചെയ്തിരിക്കുന്നതാണെങ്കിൽ കോൺവെക്സ് എന്ന് പറയും, അല്ലേ? അതൊക്കെ നിങ്ങൾക്ക് അറിയാം. കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും അറിയാം. സോ കോൺകേവ് അത് അഡ്ജക്റ്റീവായിട്ട് പറയുന്നതല്ലേ, അത് ഇവിടെ അല്ല. അതല്ലാതെ കോൺകേവ് ഇസ് എ നൗൺ ഫോർമുലേഷൻ ആണ്. കോൺകേവ് മീൻസ് ഗ്യാതറിങ്, മീറ്റിംഗ്, അസംബ്ലി, കൺവെൻഷൻ, അല്ലേ? കോൺക്ലേവ് എന്ന് പറഞ്ഞാൽ ഒരു കൺവെൻഷൻ, ഗ്യാതറിങ്, മീറ്റിംഗ് അല്ലെങ്കിൽ അസംബ്ലി എന്നർത്ഥം. ഇന്ന് നിങ്ങൾ വായിക്കുമ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവട്ടോ. ആ ഗ്രാമാറ്റിക്കൽ ഇത് യൂസ് ചെയ്തേക്കുന്ന രീതിയൊക്കെ, കോണ്ടെക്സ്റ്റുവൽ യൂസേജ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. നമുക്കത് നോക്കാം കേട്ടോ. ഓക്കെ, ഇറ്റ് ഇസ് എ കോൺസ്പിക്വസ് പ്രോബ്ലം ആൻഡ് യു നെവർ അണ്ടർസ്റ്റേറ്റ് ഇറ്റ്. അത് പറഞ്ഞായിരുന്നല്ലോ, സോറി. ഷോവനിസ്റ്റ് പെഡൽസ് ദെയർ കോൺസ്പിക്വസ് വിഷൻ ടു പീപ്പിൾ.
ഹരി ഷോവനിസ്റ്റിനോട് പെഡിൽസ് ആണ്, പക്ഷെ ഷോവനിസ്റ്റ് സിംഗുലർ അല്ലേ, അപ്പോൾ ദെയർ എന്ന് പറയില്ല. ഷോവനിസ്റ്റ് പെഡിൽസ് ഹിസ് കോൺസ്പിക്വസ് വിഷൻ, അല്ലെങ്കിൽ ഇത് ഗ്രാമാറ്റിക്കലി തെറ്റും കേട്ടോ ഹരി. ഷോവനിസ്റ്റ് പെഡിൽസ് ഹിസ് കോൺസ്പിക്വസ് വിഷൻ ടു പീപ്പിൾ. Collector is going to peddle the efficacy of community kitchen to eradicate food scarcity. Okay, great. Her brother peddled the stock behind her back. കള്ളൻ സ്വന്തം വിറ്റല്ലേ, കൊള്ളാം. He must be proactive. We must be proactive to upcoming exams. Yes, we must be. Inflammatory comments in social media has provoked hatred in different parts of the world. Hi Sidi, happy, so happy to see your sentences again. Welcome back. കുറേ നാളുകൾക്ക് ശേഷം അല്ലെ, ഇടയ്ക്കിടന്ന് വന്നു പോയായിരുന്നല്ലേ, അപ്പോൾ വീണ്ടും കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെ പ്രൊആക്റ്റീവായിട്ട് നിങ്ങളുടെ സെന്റൻസ് കാണുമ്പോൾ സന്തോഷം. അടുത്തത് ടെനർ. ഞാൻ പറഞ്ഞു ടെനർ എന്ന് പറഞ്ഞ് അന്ന് നമ്മൾ ഹെയ്റ്റ് സ്പീച്ചിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരു ദിവസം പറഞ്ഞു. ടെനർ മീൻസ് അന്ന് ഞാൻ പറഞ്ഞു ജനസൈഡൽ ടെനർ. യു ക്യാൻ സീ ഓർ ദർ ഇസ് യു ക്യാൻ സീ ജനസൈഡൽ ടെനർ ഇൻ ഹിസ് സ്പീച്ച്, അല്ലെങ്കിൽ ജനസൈഡൽ ടെനർ ഇൻ ദർ സ്പീച്ചസ് ഇസ് എവിഡൻറ്റ്, ക്ലിയർ ആയിട്ട്, ഇസ് കോൺസ്പിക്വസ്. ജനസൈഡൽ ആയിട്ടുള്ള ടെനർ, ജനസൈഡൽ എന്ന് പറഞ്ഞാൽ കില്ലിംഗ് ആയിട്ടുള്ള, മസക്കർ ചെയ്യാനുള്ള, അല്ലെങ്കിൽ മേർഡറിങ് ആയിട്ടുള്ള, സ്ലോട്ടറിങ് ആയിട്ടുള്ള, കൊല്ലണം, കൊലപാതകം ചെയ്യണം, കൊല്ലും കുത്തും കൊലയും പരിപാടികളെ പറ്റിയുള്ള ഒരു ടോണ്. അങ്ങനെയാണല്ലോ ഹേറ്റ് സ്പീച്ചുകൾ എപ്പോഴും അങ്ങനെയാണ്. നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മുടെ റിലിജ്യൻ എന്ന് പറയും. ഹേറ്റ് സ്പീച്ചുകൾ എപ്പോഴും അങ്ങനെയാണ്. നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മൾ ഒരുമിച്ച് നിൽക്കണം, നമ്മളെല്ലാവർക്കും എതിർക്കണം, അങ്ങനെ പറയുമല്ല. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് നമ്മുടെ കമ്മ്യൂണൽ റൈറ്റ്സിൻ്റെ ഐഡിയാസ് കൊണ്ടുവരുന്ന പരിപാടികളാണ്. സോ ടെനർ എന്ന് പറയുമ്പോൾ മനസ്സിലോർത്തോളം ട്രെൻഡ്, ഒരു രീതി, ഇപ്പോഴത്തെ ഒരു ഫാഷൻ, ടെൻഡൻസി, അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ്. അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ്. ടോണാണ്, അങ്ങനത്തെ ഒരു ടോണാണ് ഉപയോഗിക്കുക. ടെനർ മീൻസ് ടോൺ, അല്ലെങ്കിൽ തീം, അങ്ങനത്തെ ഒരു തീമാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ടെനർ മീൻസ് ട്രെൻഡ്, ടെൻഡൻസി, ടോൺ, തീം എന്നൊക്കെ നിങ്ങൾക്ക് പറയും. അല്ലാതെ നിങ്ങൾ ടെനർ എന്ന് പറയുമ്പോൾ സൗണ്ട് ഉണ്ടല്ലോ, നമ്മുടെ ഓൾട്ടോ, സൊപ്രാനോ, ടെനർ സൗണ്ട്സ് ആണ്. അതുകൊണ്ടാണ് ടോൺ എന്ന അർത്ഥം അതിൽ വരുന്നത്. ഓർത്തോണം കേട്ടോ. ടെനർ എന്ന് പറയുമ്പോൾ ഓർത്താൽ മതി ട്രെൻഡ്, ടെൻഡൻസി, ടോൺ, തീം എന്നൊക്കെയാണ്. ഓക്കെ, clear, I guess. There are many fulminations. കണ്ട് പിന്നെ 6 പറയാൻ പറ്റില്ല, വീണ്ടും 6 പറയും. 2 ഒരുമിച്ച് വരുന്നത്, 2 ക്ലോസിലാണ് കുഴപ്പമില്ല കേട്ടോ വിനു. അപ്പോൾ എന്ത് കൊടുക്കണം? There are many fulminations which are ongoing in social media against വിജയ് ബാബു, അങ്ങനെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു വിച്ച് കൊടുത്ത, അവിടെ ഒരു വിച്ച് കൊടുത്ത കുഴപ്പമില്ല. There are many fulminations which are ongoing in social media against വിജയ് ബാബു. Okay. The conclave was conducted to discuss Kashmir issue. Okay, the meeting was conducted. I hate school conclave, school meeting. ആണെന്തി ഇപ്പോഴും കൊള്ളാം, അടിപൊളി. അപ്പോൾ സെറ്റ് ആണല്ലോ. അടുത്തലോട്ട് പോവാം. ഡിത, അടുത്ത വേർഡ് ഇതാണ് ഡിത. ഡിത മീൻസ് ബി ഇൻഡിസിസീവ്. എന്താ എടുക്കണമെന്ന് അറിയില്ല. യു ആർ റിയലി റിലക്റ്റന്റ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഹെസിറ്റേറ്റ് ആണ്, ഇൻഡിസിസീവ് ആയിട്ട് നിൽക്കുവാണ്, ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി നഷ്ടപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയ്ക്ക് ആ വേർബിനെ യു വിൽ സേ ഡിത. ഹെസിറ്റേറ്റ്, ഫോൾട്ടർ, വേവർ, റിലക്റ്റൻ്റ് ആണ് അല്ലേ. ഹെസിറ്റേറ്റ് ചെയ്യുക, ഫോൾട്ടർ ചെയ്യുക, വേവർ ചെയ്യുക, ഓർ യു ബിക്കം ഓർ ബി ഇൻഡിസിസീവ്. അതിനെ നമ്മൾ എന്ത് പറയും? ഡിതർ എന്ന് പറയും. അടുത്തത് ഫ്രിഞ്ച്. ഫ്രിഞ്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഫ്രിഞ്ച് എന്ന് പറയുന്നത് പെരിമീറ്റർ, പെരിഫറി, ബോർഡർ എന്നൊക്കെ നമുക്ക് പറയാം. എഡ്ജ്, ബോർഡർ എന്നൊക്കെ പറയാൻ പറ്റും നൗണായിട്ട്. എന്നാൽ അഡ്ജക്റ്റീവായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് അൺകൺവെൻഷണൽ, അല്ലെങ്കിൽ അൺഓർത്തഡോക്സ്. കൺവെൻഷനൽ അല്ല, അതായത് ട്രഡീഷണൽ ചിന്താഗതിയല്ല, മാറ്റമുണ്ട്, കുറച്ചുകൂടി ചേഞ്ച് ഉണ്ട്. അതിനെയാണ് ഫ്രിഞ്ച് എന്ന് പറയാം. ഫ്രിഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ പെരിമീറ്റർ, പെരിഫറി എന്നൊക്കെയാണ് അർത്ഥം. ബോർഡർ ഞാൻ പറഞ്ഞല്ലോ, ബോർഡർ എന്ന് അല്ലെങ്കിൽ എഡ്ജ് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഫ്രിഞ്ചിന് വേർബും പറയും. ഫ്രിഞ്ച് ചെയ്യാന്ന് പറയൂലേ, ബോർഡർ ട്രിം ചെയ്യുക, ബോർഡറൊക്കെ സെറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ വേർബും ഉണ്ട് കേട്ടോ, അത് ഓർത്തോണം. ബോർഡർ, എഡ്ജ് എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ട്രിം ചെയ്യുക, എഡ്ജ് ചെയ്യുക എന്നൊക്കെയും അതിൻ്റെ വേർബ് ഫോർമുലേഷനും ഉണ്ട് കേട്ടോ, അത് ഓർത്തോണം. ഫ്രിഞ്ചിൻ്റെ വേർബും ഫ്രിഞ്ച് തന്നെയാണ്. ഈ ഫ്രിഞ്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അങ്ങനെ തന്നെയാണ്. ഫ്രിഞ്ചസ്, മുടിയൊക്കെ ഫ്രിഞ്ചസ് വെട്ടാന്ന് പറയില്ല, ട്രിം ചെയ്യുക, ഫ്രിഞ്ചസ്, അതായി ഫ്രിഞ്ച്. ഓക്കെ, ഓർത്തോണം. അടുത്ത് ഗെയിൻസേ. ഗെയിൻസേ മീൻസ് ഡിനൈ ചെയ്യുക. ഗെയിൻസേ ഇസ് എ ഫോമൽ വേർഡ്, ഓർത്തോണേ. ഗെയിൻസേ എന്ന് പറയുന്നത് വളരെ ഒരു ഫോമൽ വേർഡാണ്. ഇറ്റ്സ് എ ഫോമൽ വേർഡ്. ഗെയിൻസേ മീൻസ് ഡിനൈ, അല്ലെങ്കിൽ കോൺട്രഡിക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്യുക, ഡിസ്പ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഇസ് ഗെയിൻസേ. കേട്ടല്ലോ, ഓർത്തോണം. ഓൾ റൈറ്റ്, സെറ്റ് അല്ലേ? വി മസ്റ്റ് ബി വോസിഫറസ് അഗൈൻസ്റ്റ് ഡെലിക്വന്റ് ആക്ഷൻസ്. യെസ്, വി മസ്റ്റ് ബി outspoken. We must be frank. Yes, he is in love with her vociferous nature, outspoken nature. Great. Vociferous mind and theistic mind always inversely proportional, and its tenor always different. Hari,
ഗ്രാമർ മൊത്തം തെറ്റിയല്ലോ നിന്റെ. ഓക്കെ, വോസിഫറസ് മൈൻഡ് ആൻഡ് തിയസ്റ്റിക് മൈൻഡ് ആർ ഓൾവേസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. രണ്ടെണ്ണം അല്ലേ? വോസിഫറസ് മൈൻഡും തിയസ്റ്റിക് മൈൻഡും ആർ ഓൾവേസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അവിടുത്തെ വേർബില്ല, ഹാർട്ട് നഷ്ടപ്പെട്ടു ഹരി. ഹാർട്ട് ഇല്ലാത്ത സെന്റൻസ് ഇസ് പഞ്ചസാരില്ലാത്ത ചായ, അല്ല ഉപ്പില്ലാത്ത കറി പോലെ ഒന്ന് ഓർത്തോളാം. ഹാർട്ട് പോരുത്, ഹാർട്ട് പോയ എസെൻസ് പോയി അവിടുത്തെ. വോസിഫറസ് മൈൻഡ് ആൻഡ് തിയസ്റ്റിക് മൈൻഡ് ആർ ഓൾവേസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ആൻഡ് ഇറ്റ്സ് ടെനർ, അതിന്റെ ടെനർ എന്ന് പറയുമോ? രണ്ടിന്റെ അല്ലേ? their tenors are always different. അവിടെ മാറി വേണം, their tenors വേണം കേട്ടോ. their tenors, their tones, അവയുടെ രണ്ടിന്റെയും ടോൺ രണ്ടെണ്ണം അല്ലേ പറയുന്നത്, അപ്പൊ രണ്ട് കാര്യമല്ലേ. and their tones are always different എന്ന് കൊടുക്കുക കേട്ടോ. Students were fulminating against a new rule made by the government. Objective fulminate. ഫൾമിനേഷന്റെ വേർബ് ആയിട്ട് ഫൾമിനേറ്റിംഗ് കൊടുത്താണല്ലേ. നമുക്ക് ശരിയാക്കി തരാമോ? സെറ്റാക്കി തരാം. ഫൾമിനേറ്റ് ചെയ്യാണ്, വഴക്കുണ്ടാക്കുകയാണ്, ഒബ്ജക്റ്റ് ചെയ്യാണ്, പ്രൊട്ടസ്റ്റ് ചെയ്യാണ്. യെസ്, ഗ്രേറ്റ്. ഫൾമിനേറ്റിംഗ് against a new rule made by the management. Great. Repeated failures deter people from taking any risky actions. Yes. Hesitates people. Yeah. The village is located in the fringes of Indo-Pak border. Yes, Akshay. Set. I incite everyone to fulminate against the tenor to break our unity in India. I incite. അവിടെ ഇൻസൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന I urge everyone, persuade everyone to fulminate, object against the tenor, tone or tendency to break our India, break our unity പറയില്ല, break ഇന്ത്യയുടെ യൂണിറ്റി എന്നാണെങ്കിൽ break our unity, break our unity, break നമ്മുടെ യൂണിറ്റി. കറക്റ്റാ ഓക്കെ, കറക്റ്റാണ് പാർവതി. ഓക്കെ, ഫൈൻ. യെസ്, അത് തെറ്റില്ല. അടുത്ത ഫോസ്റ്റർ കെയർ ആണ്, ഫോസ്റ്റർ പാരൻസ് ആണ്, കേട്ടില്ല? ഫോസ്റ്റർ ചെയ്യുക മീൻസ് എൻകറേജ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുക. ഒരു കാര്യം പ്രൊമോട്ട് ചെയ്യുക. ഫോസ്റ്റർ യുവർ ടാലൻസ്, പ്രൊമോട്ട് യുവർ ടാലൻസ് അല്ലേ, ഫോസ്റ്റർ ചെയ്യുക എന്ന് പറയാം, അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുക എന്നൊക്കെ പറയും ഫോസ്റ്റർ ചെയ്യുന്നത്. പക്ഷെ ഫോസ്റ്ററിന് വേറെ ഓർത്തുകൊണ്ട് ഞാൻ അല്ലേ ഫോസ്റ്റർ പേരൻസ് പറഞ്ഞില്ല. ഫോസ്റ്റർ മീൻസ് റേസ്, വളർത്തുക അല്ലേ, വളർത്തുക, ബ്രിങ് അപ്പ് ചെയ്യുക, റേസ് ചെയ്യുക, ദാറ്റ് ഈസ് ഫോസ്റ്റർ. ഓക്കെ, ഓർത്തോളൂ, ഉയർത്തുക എന്നർത്ഥം വരും. അടുത്ത് ട്രാങ്ക്വിലിറ്റി കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പീസ്, കാം, റിപ്പോസ്, ക്വൈറ്റ് കേട്ടോ, വളരെ സമാധാനം, സ്വസ്ഥത, സമാധാനം, ദാറ്റ് ഈസ് റിപ്പോസ്, ക്വൈറ്റ്, കാം, പീസ്, ട്രാങ്ക്വിലിറ്റി. ഓക്കെ ആണല്ലോ, സെറ്റല്ലേ? യാ. The girl who was confident 5 minutes ago is now dithering to state her opinion. Hesitating. Yes. Strikers were fulminated by management. Okay. Frustrated. Objected. Yes. The surrounding nature plays an important role in fostering the character of an organism. Yes. My friend always foster me. Foster friends ആണ്. ശരിയാ. I dithered when I saw the accident. Yes. It's a very small scale event, so please don't dither. Okay. All right. Please don't hesitate. Great. അപ്പോൾ സെറ്റ് അല്ലേ? ഫോസ്റ്റർ, ട്രാങ്ക്വിലിറ്റി ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന വാക്കുകളാണ്. മൂവിങ് ഓൺ. അടുത്തത് പെരിനിയൽ. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ക്വിൻക്വെനിയൽ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പെരിനിയൽ കേട്ടിട്ടുണ്ടോ ചോദിച്ചിരുന്നു, ഓർമ്മയുണ്ടോ? ക്വിൻക്വെനിയൽ അതായത് ക്വിൻക്വെനിയൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു 5 വർഷത്തിൽ, എക്സിസ്റ്റിംഗ് ഇൻ 5 years അല്ലെ, 5 yearsന്റെ കാലഘട്ടത്തിൽ നടക്കുന്നതാണെങ്കിൽ അത് നമ്മൾ ക്വിൻക്വെനിയൽ പറഞ്ഞു. അതിന് മില്ലേനിയൽ എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, മില്ലേനിയൽ എന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ പെരിനിയൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. പെരിനിയൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പെരിനിയൽ മീൻസ് എവർലാസ്റ്റിംഗ് കേട്ടോ. എവർലാസ്റ്റിംഗ് ആണ് പെരിനിയൽ എന്ന വാക്കിൻ്റെ അർത്ഥം. അതായത് പെർപ്പച്വൽ ആണ്, കണ്ടിന്യൂയിങ് ആണ്, എറ്റേണൽ ആണ്. അതിനെയാണ് പെരിനിയൽ എന്ന് പറയാം അല്ലേ. ഓർത്തോണം കേട്ടോ. ഒരു സെക്കൻഡേ. അടുത്ത ഡിസ്ട്രെസ്. ഓക്കെ, ഡിസ്ട്രെസ്. മിലേനിയൽ എന്ന് പറഞ്ഞ അത് ഞാൻ പറഞ്ഞു തന്നപ്പോൾ വിട്ടില്ലല്ലോ. മിലേനിയൽ പറഞ്ഞില്ലല്ലോ. മിലേനിയൽ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അറിയില്ലെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ സമയമില്ലാത്തതുകൊണ്ട് അത് പറഞ്ഞുമില്ല. മിലേനിയൽ എന്ന് പറഞ്ഞാൽ 1000 years റിലേറ്റിംഗ് ടു 1000. 10,000 ആകുമ്പോൾ ഒരു 0 കൂടെ വേണമല്ലോ. 1000 വർഷങ്ങളിൽ സംഭവിക്കുന്നതിനെ നമുക്ക് എന്ത് പറയും? മിലേനിയൽ എന്ന് പറയാം. എക്സിസ്റ്റിംഗ് ഇൻ 1000 years, അതാണ് മിലേനിയൽ. പെരിനിയൽ ഓർത്തോളാം. അപ്പോൾ പെരിനിയൽ എന്ന് പറയുന്നത് എവർലാസ്റ്റിംഗ് ആണെങ്കിൽ
അതിന് ഒരു ചോദിക്കാറുള്ള ചിലതിനൊക്കെ ഉറപ്പാണ് നിങ്ങളോട് ഇത് ചോദിക്കുന്നത് കേട്ടോ. എന്താണ് ഓപ്പോസിറ്റ് ആന്റണിം ചോദിക്കും. അപ്പോൾ ആന്റണിം കൂടെ പഠിച്ചു വെക്കണ്ടേ. അപ്പോൾ ചിലതിൻ്റെ ആന്റണിം മസ്റ്റായിട്ട് പഠിക്കണം. അപ്പോൾ ഞാൻ അതെന്തായാലും നിങ്ങൾ പഠിപ്പിച്ചു തരാം. പെരിനിയലിൻ്റെ ഇതാണ് എഫിമെറൽ. അത് ഞാൻ ഒരു തവണ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഒന്നുകൂടി പറയാം. എഫിമെറൽ. എഫിമെറൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ്, ട്രാൻസിറ്ററി ആണ്, കുറച്ച് നേരത്തേക്കുള്ളൂ. ട്രാൻസിയൻ്റ് ആണ്, കുറച്ച് നൈമിഷികമാണ്. ദാറ്റ് ഈസ് ട്രാൻസിയൻറ്റ്. ട്രാൻസിയൻറ്റ് കുറച്ച് നേരത്തേക്കുള്ളൂ, നൈമിഷികമാണ് എഫിമെറൽ. പെരിനിയൽ മീൻസ് എവർ ലാസ്റ്റിംഗ് ആണ്. ഓർത്തോണേ, ലാസ്റ്റിംഗ് ഫോർ എ വെരി ഷോർട്ട് ടൈം ആണ് എഫിമെറൽ. പെരിനിയൽ എവർ ലാസ്റ്റിംഗ് ആണ്, എപ്പോഴും ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ഓർത്തോളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് കൂടെ പഠിച്ചു വെക്കുക. അടുത്തത് ഡിസ്ട്രെസ്. ഡിസ്ട്രെസ് മീൻസ് നൗണും പറയാം, വേർബും പറയാം. ആംഗ്വിഷ്, പെയിൻ, സഫറിങ് എന്നൊക്കെ പറയും. ഡിസ്ട്രെസ് വല്ലാത്തൊരു കഷ്ടപ്പാടിലാണ്, സങ്കടത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്. ദാറ്റ് ഇസ് ഡിസ്ട്രെസ്. വേർബും ഉണ്ട്, ഡിസ്ട്രെസ് ചെയ്യിക്കുക, പെയിൻ ചെയ്യിപ്പിക്കുക, വേദനിപ്പിക്കുക, അപ്സെറ്റ് ചെയ്യിക്കുക, ഡിസ്ട്രെസ് ചെയ്യുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ the price hike, the hike in petroleum prices distressed the common people, അല്ലേ, upsetted the common people പറയാം. അടുത്ത കോമ്പാറ്റ്. കോമ്പാറ്റ് മീൻസ് നൗൺ ആയിട്ടും വേർബ് ആയിട്ടും പറയാം. കോമ്പാറ്റ് നൗൺ, ബാറ്റിൽ, കോൺഫ്ലിക്റ്റ്, ഫൈറ്റ് എന്നൊക്കെ പറയും. കോമ്പാറ്റ് ചെയ്യുക, ഫൈറ്റ് ചെയ്യുക, റെസിസ്റ്റ് ചെയ്യുക, കൗണ്ടർ ചെയ്യുക. ഓർത്തോണേ, കോമ്പാക്റ്റ് ഇസ് വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരു പോസിറ്റീവ് സെൻസിലാണ് പറയാം. അതായത് നമ്മൾ യു ആർ ഫൈറ്റിംഗ് ഫോർ പ്രിവെന്റിങ് സംതിങ്, എന്തെങ്കിലും ഒരു കാര്യം പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും ഒരു കാര്യത്തിന് എതിർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. ഫോർ എ നോബൽ കോസ്, ഒരു പോസിറ്റീവ് സെൻസിലാണ് പറയാം. ഫൈറ്റിംഗ് ഓർ കൗണ്ടർ ഓർ റെസിസ്റ്റിംഗ് സംതിങ് ബാഡ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ, അതിനെ കോമ്പാക്ട് ചെയ്യാണ്. യു കോമ്പാക്ട് ചെയ്യാണ്, യു ആർ റെസിസ്റ്റിംഗ് ഇറ്റ്, യു ആർ കൗണ്ടറിങ് ഇറ്റ്, യു ആർ ഫൈറ്റിംഗ് ഇറ്റ്. അതാണ് കോമ്പാക്ട്. ഓർത്തോണം. അടുത്ത ലിഞ്ച്. ലിഞ്ച് ചെയ്യാൻ ഞാൻ നാളെ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് നാളായി, 1 month ഒരു 2 month ഒക്കെ ആയി കാണുമായിരിക്കും നമ്മൾ പറഞ്ഞു. 2 months or 1 month ആയി കാണും എന്തായാലും. ലിഞ്ച് മീൻസ് ഹാങ് ചെയ്യുക, തൂക്കിക്കൊല്ല. മറ്റേ ഹാങ് ആണ് ഹാങ്ങിങ്. തൂക്കിയിടുക ഹാങ് അല്ല, കാരണം ഇതിൻ്റെ വീറ്റ് വരുമ്പോൾ ഹാങ് ഡൗൺ, മറ്റേതാകുമ്പോൾ ഹങ് ആവും. അതാണ് വ്യത്യാസം അല്ലേ. തൂക്കിക്കൊല്ലുക ഹാങ്ഡ് ആണ്, തൂക്കിയിടുക ഹങ് ആണ്, HUNG, ഹങ്. അപ്പോൾ ഇതാണ് ഹാങ്ഡ്. V2 and V3 ഹങ്ഡ്. ഓക്കെ, അടുത്തത് എക്സിക്യൂട്ട് ചെയ്യുക. വീണ്ടും അല്ലേ, ലിഞ്ച് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക, കില്ല് ചെയ്യുക, മർഡർ ചെയ്യുക. ദാറ്റ് ഇസ് ലിഞ്ച്. ഓക്കെ, ലിഞ്ചിങ് എന്നൊക്കെ നിങ്ങൾ കാണും, കില്ലിങ്, മർഡറിങ് എന്ന് കാണും. അടുത്ത ഡെബക്കിൾ. ഡെബക്കിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫെയിലിയർ, ഫിയസ്കോ, കറ്റസ്ട്രഫി, തോൽവി, അതിനാണ് ഡെബക്കിൾ എന്ന് പറയാം. ഡെബക്കിൾ. ഓക്കെ, ഡോണ്ട് ബി അപ്സെറ്റ് ബിക്കോസ് ഓഫ് യുവർ ഡെബക്കിൾ. ലെറ്റ്സ് ട്രൈ ഇറ്റ് അഗൈൻ. ഇനിയും നമുക്ക് ട്രൈ ചെയ്യാം. ഡെബക്കിൾ, ഫിയസ്കോ, ഫെയിലിയർ അല്ലെങ്കിൽ കാറ്റസ്ട്രോഫി. ഓർത്ത് വെച്ചോണം കേട്ടോ. ദാറ്റ് ഇസ് ഡെബക്കിൾ. മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, ഡിഫറൻസ്. കുറേ നേരമായോ? ഞാൻ വിട്ടുപോയായിരുന്നോ? നെറ്റ് പോയ പിള്ളേരെ, അമ്മായി തിരിച്ചു വന്നോ? നെറ്റ് ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ടല്ലേ? സോറി കേട്ടോ. എന്താണ് ഇവിടുത്തെ പ്രശ്നം എനിക്ക് മനസ്സിലായി. ഞാൻ ഓപ്പറേറ്റേഴ്സിനെ വിളിച്ചിട്ട് അവർ ദേ ആർ നോട്ട് റെസ്പോണ്ടിങ് പ്രോപ്പർലി. അതാണ് ഈ പ്രശ്നം. ഓക്കെ, എനിവേയ്സ് നിങ്ങളുടെ സെൻറ്റൻസ് നോക്കട്ടെ ഞാനപ്പോൾ. The conclave ended up in tranquility, calm, okay, quiet, okay. Everyone who believes it is legit will, okay, everyone who believes it is legit will find some way to gainsay the believers, okay, yeah. She dared to go out after the accident, hesitate. Fulmination against the new policies became worst, okay. In the end, the couple got abandoned by their own blood and cared by their foster daughter, okay. All right. ഫോസ്റ്ററും നേർച്ചറും സെയിം മീനിങ് അല്ലേ? ആണ് കേട്ടോ. ഫോസ്റ്ററും നേർച്ചറും നമ്മൾ ഇന്നാൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ? നേർച്ചർ ചെയ്യുക, ഫോസ്റ്റർ ചെയ്യുക, അതാണ്. അന്ന് നമ്മൾ പറഞ്ഞല്ലേ, നേർച്ചർ യുവർ ടാലൻറ്റ് പറഞ്ഞു. കറക്റ്റാണ്. പെരിനിയൽ റിവേഴ്സ്, യെസ്. കോക്കനട്ട് ഇസ് പെരിനിയൽ പ്ലാന്റ്. A tranquil nature is very helpful while appearing for competitive exams. Yeah, peaceful, calm nature. They have a perennial relationship which makes everyone envy them. Okay. Yeah, ഗുരുദാസ് നൈമിഷികം അത് തന്നെ. INB ministry gainsaid regulate security clearance to the media which give distress to ruling government. Okay. മീഡിയനൊക്കെ വേണ്ടിയാണല്ലോ ഗിവ് കൊടുത്തേക്കുന്നത്. ആ മീഡിയക്കെതിരെ. ഓക്കെ. പെരിനിയൽ റിവേഴ്സ് ഓഫ് ഹിമാലയാസ്. ഓക്കെ. ദ ന്യൂസ് ഡിസ്ട്രസ് ദ ഹോൾ നേഷൻ. ഓക്കെ. ട്രാങ്ക്വിലിറ്റി അപ്രോച്ച് ടു പീസ്ഫുൾ ട്രാങ്ക്വിലിറ്റി അപ്രോച്ച് അല്ല കേട്ടോ ദീപക്കെ. ട്രാങ്ക്വിലിറ്റി ഇസ് നൗൺ അല്ലേ? അതിൻ്റെ വേർബ് ഫോർമുലേഷൻ ഉണ്ട്. വേർബല്ല, അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ഉണ്ട്. ട്രാങ്ക്വിൽ,
കാം എന്നത് നൗണും ആണ് അഡ്ജക്റ്റീവ് ആണ്. ട്രാങ്ക്വിലിറ്റിക്ക് അഡ്ജക്റ്റീവ് വേറെ ഉണ്ട്, ട്രാങ്ക്വിൽ. അപ്പൊ ട്രാങ്ക്വിൽ അപ്രോച്ച് എന്ന് കൊടുത്തു കേട്ടോ. പീസ്ഫുൾ, പീസിന്റെ അഡ്ജക്റ്റീവ് പീസ്ഫുൾ അല്ലേ, അതുപോലെ. ക്വയറ്റിന്റെ നൗണും അഡ്ജക്റ്റീവും ക്വയറ്റ് തന്നെയാണ്. ട്രാങ്ക്വിലിറ്റിയുടെ അഡ്ജക്റ്റീവ് ട്രാങ്ക്വിൽ ആണ്. അപ്പൊ ട്രാങ്ക്വിൽ എന്ന് കൊടുക്കുക. അപ്പൊ എന്ത് കൊടുക്കണം? ട്രാങ്ക്വിൽ അപ്രോച്ച് ടു ചിൽഡ്രൻ ഫോസ്റ്റർ ദെയർ എബിലിറ്റീസ്. കേട്ടോ, അതൊന്ന് സെറ്റ് ചെയ്തോണം ദീപക്കെ. ദ ഓൺഗോയിങ് കോമ്പാക്ട് ബിറ്റ്വീൻ ടു നേഷൻസ് ഇസ് മേക്കിംഗ് ദ വേൾഡ് എ റോക്കി സ്റ്റേജ്. യെസ്. നെഗറ്റീവ് റിസൾട്ട്സ് ഓൾവേസ് ഡിസ്ട്രെസ് മീ. ഓക്കെ. Rahul Ishwar always combat in a debate. Combat in a debate ആണോ? Vinu combats battles, conflicts. Okay, conflicts. അപ്പോൾ എന്ത് കൊടുക്കണം? കോമ്പാറ്റ്സ് കൊടുക്കണം. കാരണം രാഹുൽ ഈശ്വർ സിംഗുലർ അല്ലേ, അതുകൊണ്ട്. ലിഞ്ച്പിൻ എന്ന് പറഞ്ഞാൽ വേറെയാ, ഓർമ്മയില്ല? ലിഞ്ച്പിൻ നമ്മൾ പറഞ്ഞ ലിഞ്ച്പിൻ ഓർമ്മയില്ല? ലിഞ്ച്പിൻ മീൻസ് ബാക്ക് ബോൺ കേട്ടോ. ലിഞ്ച്പിൻ ഓഫ് സംതിങ് എന്ന് പറഞ്ഞാൽ അതിന്റെ ബാക്ക് ബോൺ. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ. ലിഞ്ച്പിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ബാക്ക് ബോൺ ആണ്. നൗണ് തന്നെയാണ്, ലിഞ്ച്പിൻ നൗണാണ്, ഇത് മീനിങ് വേറെയാണ്. അല്ലെങ്കിൽ ഇതിന്റെ കീ, കോർ, എസൻസ് എന്നൊക്കെ നമ്മൾ പറയും. അതാണ് ലിഞ്ച്പിൻ എന്ന നൗണിന്റെ അർത്ഥം കേട്ടോ. വോസിഫറസ് വേർഡ്സ് ആർ ഓൾവേസ് ബെറ്റർ. ഓക്കെ, vociferous words are always better. Very good. The leader was lynched for leaking the national secret to the enemies. Okay. Distress sectors combats അല്ല ഗുരുദാസെ, ഡിസ്ട്രസ് സെക്ടേഴ്സ് അല്ലേ, സെക്ടേഴ്സ് പ്ലൂറൽ അല്ലേ, അപ്പൊ പിന്നെ കോമ്പാറ്റ് കൊടുത്താൽ മതി. കോമ്പാറ്റ് പെരിനിയൽ പീരീഡ് ഓവർ, കോമ്പാറ്റ് എ പെരിനിയൽ പീരീഡ് അല്ല, കോമ്പാറ്റ് ഫോർ എ പെരിനിയൽ പീരീഡ് ഓവർ ഡെബക്കിൾ കേട്ടോ എന്ന് കൊടുക്കാം. ഓവർ കാറ്റസ്ട്രോഫി അല്ലേ അത് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഐ ട്രൈ, അപ്പോൾ ഓവർ a debacle, ഒരു ഡെബക്കിൾ കാരണം എന്നുള്ളത് കൊടുക്കുക കേട്ടോ. ഡിസ്ട്രസ് സെക്ടേഴ്സ് കോമ്പാറ്റ് ഫോർ എ പെരിനിയൽ പീരീഡ് ഓവർ എ ഡെബക്കിൾ കേട്ടോ ഗുരുദാസെ. ഐ ട്രൈഡ് മൈ ലെവൽ ബെസ്റ്റ് ഫോർ HC എക്സാം ബട്ട് സ്റ്റിൽ ദാറ്റ് എൻഡഡ് അപ്പ് ഇൻ എ ഡെബക്കിൾ. ഓക്കെ, സോ ടു ഹിയർ ദാറ്റ് നമുക്ക് എന്തായാലും മുന്നോട്ട് പോകണ്ടേ. Life has to go on. Let's move on. Mumbai Indians in this IPL season is a big debacle. Okay. Do not desire to fulfill your wants. Okay. Needs. Desires. Wants. Yes. Electric vehicle industries suffer debacle in India for their battery blasting. Yes. The whole trip was a fiasco since half of the group. Oh God. Anu. Okay. Pote. The culprit was lynched by the Supreme Court. Okay. Hanged. She combated when some people attacked her. She combated. She resisted when some people attacked her. കേട്ടോ, അല്ലെങ്കിൽ എന്ത് കൊടുക്കണം? when some people was attacking her അന്ന് കൊടുത്തോ. ഒന്നെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് കൊടുക്കാതെ when some people was attacking her ഒരു was ഇട്ട് കൊടുക്കണം. അല്ലാതെ വെറും ING തന്നെ വരുത് കേട്ടോ, അത് തെറ്റാ. ING ഫോം തന്നെ വരില്ല. ING കണ്ടിന്യൂസ് ഫോം എപ്പോഴും എങ്ങനെ വരിക? അതിനോടൊരു ബി ഫോമുലേഷൻ ഉണ്ടാവും, ഈസോ വോസോ ഒക്കെ വരും. ഇവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് വേണ്ടത്, കാരണം പാസ്റ്റിൽ നടന്ന സംഭവമല്ല. അതുകൊണ്ട് ഗവൺമെന്റ്സ് മിഡ് ഡേ മീൽ സ്കീം ഇസ് പെരിനിയൽ പ്രോഗ്രാം ടു മിറ്റിഗേറ്റ് ഹങ്കർ among children. Yeah, lesson 100 hunger. A few persons were lynched post independent India. Lynched ചെയ്യപ്പെട്ടു. മർഡർ ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ കൊല്ലപ്പെട്ടു എന്നല്ലേ. അപ്പോൾ കൊടുക്കാം. Fringe thought is one of the better ways of practical life. Yes. Debacle is the next step to success. Yes, it is. Failure is the next step to success. We should act for making perennial happiness in the world. Yeah. Headache, not so distress as teethache. Headache, not so distress. ആ സെന്റൻസ് ആയില്ലല്ലോ അത്. ഡിസ്ട്രസ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് അല്ല കേട്ടോ. ഡിസ്ട്രസ്റ്റ് കൊടുക്കണം, അഡ്ജക്റ്റീവ് ആവണമെങ്കിൽ ഡിസ്ട്രസ്റ്റ്. അപ്പോഴാണ് സെറ്റ് ആവുക. പാർവതി ഉദ്ദേശിച്ചതിൽ ഒരു ക്ലാരിറ്റി ഇല്ല. ദ ഓൺഗോയിങ് വാർ ഡിസ്ട്രസ് നോട്ട് ഓൺലി ദ ഉക്രൈനിയൻസ് ബട്ട് ഓൾസോ ദ റഷ്യൻസ്. ദ ഓൺഗോയിങ് വാർ ഡിസ്ട്രസ് അല്ല, വോർ അല്ലേ, സിംഗുലർ അല്ലേ, അപ്പോൾ ഡിസ്ട്രസ്സസ് കൊടുക്കണം കേട്ടോ. സോ ദ ഓൺഗോയിങ് വാർ ഡിസ്ട്രസ്സസ് നോട്ട് ഓൺലി ദ ഉക്രൈനിയൻസ് ബട്ട് ഓൾസോ ദ റഷ്യൻസ്. The whole trip was a debacle since half of the group got into a fight. Okay, great. The distress from the debacle always combat of perennial aim. Distress of debacle always combat. Resist ചെയ്യുന്നു അല്ലേ, റെസിസ്റ്റ്. അവിടെ ഓഫ് വേണ്ട. Combat perennial aim. Resist perennial aim. Distress from debacle always combat perennial aim. Combats കൊടുക്കണം കേട്ടോ, കാരണം ഡിസ്ട്രസ് അവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ കോമ്പാറ്റ്സ് അല്ലെങ്കിൽ കോമ്പാക്റ്റഡ് പാസ്റ്റ് ടെൻസ് കൊടുത്താൽ കുഴപ്പമില്ല. പക്ഷേ പാസ്റ്റ് ടെൻസ് അല്ല ഇവിടെ വേണ്ട, പ്രസന്റ് അല്ല. അതുകൊണ്ട് കോമ്പാറ്റ്സ് ഓൾവേസ് ഇവിടെ.
He gainsayed. Gainsayed സ്പെല്ലിംഗ് മാറിപ്പോയല്ലോ. ഗെയിൻസേ പാസ്റ്റ് ടെൻസ് എന്ത് വരും? സേയുടെ പാസ്റ്റ് ടെൻസ് എന്താ? സി ഗെയിൻസേ, അത് ഓർത്ത് നോക്കുക. ഗെയിൻസേയുടെ പാസ്റ്റ് ടെൻസ് എന്താ? അപ്പൊ ഗെയിൻസെഡ് കൊടുക്കണം. SAID സെഡ്. ഇതാട്ടോ V2 and V3 ഇത് വരും. ഗെയിൻസെഡ്. ഓക്കെ, ശ്രദ്ധിച്ചോണം കേട്ടോ. ഹി ഗെയിൻസെഡ് ദ മാനേജർ പ്രപ്പോസൽ. മാനേജർ കഴിഞ്ഞിട്ട് ഒരു അപ്പസ്ട്രോഫി വേണേ കാർത്തിക, ശ്രദ്ധിക്കണേ. പെരിനൽ ഫ്രണ്ട്ഷിപ്പ് ഈസ് എ ബ്ലെസ്സിങ്. ഓക്കെ, എവർലാസ്റ്റിംഗ്. യെസ്. വെൻ ഐ എം വിത്ത് ഹിം ലൈഫ് ഫീൽസ് ട്രാങ്ക്വിൽ. ഗ്രേറ്റ്. എക്സാം പഠിക്കുമ്പോൾ മാമിൻ്റെ ഒരു ക്ലാസ് അൺഎക്സ്പെക്റ്റഡ് ആയി കണ്ട് ആയപ്പോഴേക്ക് പിന്നെ തപ്പി കണ്ടുപിടിച്ച് ഇപ്പോൾ റെഗുലറായിട്ട് കാണുമില്ല ക്ലാസ്. നിധി, കൊള്ളാം. താങ്ക് യു സോ മച്ച്. ഐ എം ഓണേർഡ്. സന്തോഷമായി. ഓക്കെ. ഫാം ഡിസ്ട്രസ് ഇസ് എ ക്രിട്ടിക്കൽ issue to be addressed by the ruling government to avoid debacle in the agriculture sector. It is. അല്ലേ? ആണ്. സ്റ്റിൽ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ? ഹിസ് പ്രസൻസ് ഡിസ്ട്രസ്ഡ് ഹെർ. ഓക്കെ. ടൂത്തേക്ക് എന്നല്ല പറഞ്ഞത്, ടീത്തേക്ക്. ടൂത്തേക്ക് എന്നാണോ പറഞ്ഞത് അല്ലേ? സോറി, ടീത്തേക്ക് എന്നാണല്ലേ പറഞ്ഞത്. അതും തെറ്റാണ്. യെസ്, ആ സെന്റൻസ് തെറ്റായതുകൊണ്ട് പിന്നെ ഞാൻ നോക്കാൻ നിന്നില്ല. അക്ഷയ് ആണ്. പാർവതി നേരത്തെ പറഞ്ഞ ടീത്തേക്ക് തെറ്റാണ്. ടൂത്തേക്ക് ആട്ടോ. ടൂത്ത് ഒന്ന്, ഒരു പല്ല് ടൂത്ത്. അപ്പോൾ ടീത്ത് പല്ലുകളാണ്. സോ ടൂത്തേക്ക് ആണ്. പല്ലുവേദന ഈസ് ടൂത്തേക്ക്. ഹെഡേക്ക് ടൂത്തേക്ക്. ഓക്കെ, യെസ്. ഞാൻ ആ സെന്റൻസ് ക്ലിയർ അല്ലാത്തതുകൊണ്ട് മൊത്തം നോക്കിയില്ല. താങ്ക് യു അക്ഷയ്, താങ്ക് യു സോ മച്ച്. അടുത്ത് നോക്കാം. വിസിബിലിറ്റി പോട്ടെ. വയബിലിറ്റി ഓഫ് എ പ്രോഗ്രാം അല്ലെ? വയബിലിറ്റി ഓഫ് ദ ഗവൺമെന്റ് ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. വയബിലിറ്റി മീൻസ് പ്രാക്ടിക്കാലിറ്റി. ഫീസിബിലിറ്റി, പോസിബിലിറ്റി. ഒരുപാട് തവണ നമ്മൾ പറയുന്നു. വർക്കബിലിറ്റി, പ്രാക്ടിക്കാലിറ്റി, ഫീസിബിലിറ്റി, പോസിബിലിറ്റി, വയബിലിറ്റി. എല്ലാ തവണയും റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്. ആൻഡ് ലെവറേജും അതെ, റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പറയുന്നു. ലെവറേജ് എന്ന് പറഞ്ഞാൽ ഗ്രിപ്പ്, ഹോൾഡ് എന്നൊക്കെ നമ്മൾ പറയും. ലെവറേജ് ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു പിടിവള്ളി എന്നൊക്കെ പറയും. ഹോൾഡ്, അതാണ് ലെവറേജ്. ലെവറേജ് ചെയ്യുക മീൻസ് യൂട്ടിലൈസ് ചെയ്യുക, എക്സ്പ്ലോയിറ്റ് ചെയ്യുക, പരമാവധി ഉപയോഗിക്കുക. ദാറ്റ് ഈസ് ലെവറേജ് ചെയ്യുക. അടുത്താണ് എയിൽ എന്ന് പറയുന്ന ഒരു കൺഫ്യൂസിങ് വേർഡിൽ പെടുന്ന, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പെയ്ഡ് ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ള വാക്ക് തന്നെയാണ്. എനിക്ക് ഓർമ്മ, നമ്മുടെ കൺഫ്യൂസിങ് വേർഡ്സ് ചാപ്റ്റർ ഉള്ളവർക്ക് അറിയാം. എയിൽ എന്ന് 2 എയിലുണ്ട്. ഈ എയിൽ ഈസ് ആൻ ആൽക്കഹോൾ കേട്ടോ. ഒരു ബിയർ പോലത്തെ ഒരു സംഭവമാണ്. ബിയർ, നമ്മുടെ ആൽക്കഹോൾ ഇല്ലേ, അതുപോലത്തെ ഒരു സാധനമാണ് എയിൽ. അത് മാറിപ്പോയത്. ഇത് നമ്മൾ കൺഫ്യൂഷൻ വരും. ALE ആണ് ഇത്. LE മാറി ALE, അതാണ് എയിൽ. ഇത് മെയിലാണ്. ബട്ട് ഈ എയിൽ വേർബാണ്. ഈ എയിൽ മീൻസ് ട്രബിൾ, അഫ്ലിക്റ്റ് ചെയ്യുക, പെയിൻ ചെയ്യുക, വേദനിപ്പിക്കുക, ബോദർ ചെയ്യുക. ദാറ്റ് ഇസ് എയിൽ. ട്രബിൾ ചെയ്യുക, ബോദർ ചെയ്യുക, അഫ്ലിക്റ്റ് ചെയ്യുക, പെയിൻ ചെയ്യുക. ദാറ്റ് ഇസ് എയിൽ. അടുത്ത ഡിസെൻഷൻ മീൻസ് ഡിസ്അഗ്രിമെന്റ്, ഡിസ്പ്യൂട്ട്, ഡിസ്കോർഡ്. അതിനാണ് ഡിസെൻഷൻ എന്ന് പറയാം. ഓക്കെ. ആൻഡ് അടുത്ത കാഡ്രെ മീൻസ് നൗൺ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാഡ്രെ മീൻസ് നമ്മുടെ NCERT കാഡ്രെ പറയില്ലേ? NCERT NCC കാഡ്രെ പറയില്ലേ? ട്രൂപ്പ് അല്ലെ? അല്ലെങ്കിൽ കോപ്സ്, അല്ലെങ്കിൽ സ്മോൾ ഗ്രൂപ്പിന്, ടീമിന് പറയും. ട്രൂപ്പ് പറയില്ലേ? സേന, ട്രൂപ്പ്, TROOP, ട്രൂപ്പ്, കോപ്സും ട്രൂപ്പ് തന്നെയാണ്. സേന, ടീം, ബോഡി, സ്മോൾ ഗ്രൂപ്പ്, അതാണ് കാഡ്രെ. ഓർത്തോളൂ കേട്ടോ. കാഡ്രെ പഠിച്ചിട്ടുള്ളതാണ് നമ്മൾ, ഓർത്തോളൂ. യെസ്. The sudden lockdown made his new business venture into a debacle. Failure, catastrophe. Okay. Debacles are common in life. Yes. Culprits were lynched by the government. Hanged. Okay. Yeah. The viability of the plan introduced by her seems high. Yeah. Practicality നല്ല കൂടുതലാണ് അല്ലേ? പോസിബിലിറ്റി നല്ല കൂടുതലാണ്. യെസ്. ഓക്കെ. അടുത്തോട്ട് പോട്ടെ. നെക്സ്റ്റ് സെറ്റിലോട്ട് പോവാം. ലാസ്റ്റ് സെറ്റാണ് വാപ്പിഡ്. ഞാൻ ഒരു തവണ ഇൻസിപ്പിഡ് എന്ന വാക്കിന്റെ മീനിങ് ആയിട്ട് പറഞ്ഞാണ് വാപ്പിഡ്. അപ്പോൾ വാപ്പിഡ് മീൻസ് ഇൻസിപ്പിഡ്, ഇൻസ്പയർഡ്, ഫീബിൾ, ഡൾ, ബോറിംഗ്, വളരെ ബോറിംഗ് ആയിട്ടുള്ള. ദാറ്റ് ഇസ് വാപ്പിഡ്. വാപ്പിഡ് ഡിസ്കഷൻ, ഒരു ബോറിംഗ് ഡിസ്കഷൻ ആയിരുന്നേ. ബോറിംഗ്. ദാറ്റ് ഇസ് വാപ്പിഡ്. ഇൻസിപ്പിഡ്, വാപ്പിഡ്. ഓർത്തോളൂ. ഇൻസിപ്പിഡ്, വാപ്പിഡ്. ഓക്കെ. അൺഇൻസ്പയർഡ്, ഫീബിൾ, ഡൾ, അതൊക്കെയാണ് വാപ്പിഡ് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ നമ്മുടെ ലൈവില് 40+ ഉള്ള ആൾക്കാരുണ്ടല്ലോ. ഒരു ലൈക്ക് ഇടാൻ ഒരു പകുതി പേരേക്കേ ലൈക്ക് ഇട്ടുള്ളൂ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. ഇങ്ങനെയല്ലേ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണ്ടേ? ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇട്, അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ. ദാറ്റ്സ് ഹൗ യു ഷോ അവർ സപ്പോർട്ട് അല്ലേ? കിൻഡിൽ ചെയ്യുക. കിൻഡിൽ മീൻസ് ലൈറ്റ് ചെയ്യുക, ഇഗ്നൈറ്റ് ചെയ്യുക അല്ലെ? റൗസ് ചെയ്യുക, വെയ്ക്ക് ചെയ്യുക അല്ലെ? ഉണർത്തുക. റൗസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഉണർത്തുക ആണ് കേട്ടോ. വെയ്ക്ക് ചെയ്യുക, വീണ്ടും ഉണർത്തുക. ആർത്തമാണ് ശരിക്കും നമ്മൾ ഒരാളെ എടുത്തതിനേക്കാളും കിൻഡിൽ ദ തോട്ട്സ്, കിൻഡിൽ ദി എന്താ ഫീലിങ്സ് എന്നൊക്കെ കേട്ടോ. ലൈറ്റ് യുവർ ഫീലിങ്സ്, ഇഗ്നൈറ്റ് യുവർ ഫീലിങ്സ്, അതാണ് കിൻഡിൽ. കിൻഡിൽ അതിൽ നിന്നാണ് കിൻഡിൽ എന്നൊരു പേര് വന്നത് അല്ലേ? കിൻഡിൽ ബുക്സിന്റെ കിൻഡിൽ കേട്ടിട്ടില്ലേ? കിൻഡിൽ മേടിക്കുക എന്നൊക്കെ പറയില്ല, കിൻഡിൽ അത്. ആൻഡ് അടുത്ത സ്പ്ലിൻഡർ. സ്പ്ലിൻഡർ മീൻസ് ഷാറ്റർ, സ്മാഷ്, സ്പ്ലിറ്റ്,
crack, break എന്നൊക്കെയാണ് splinter എന്ന വാക്കിൻ്റെ verb. shatter ചെയ്യുക, smash ചെയ്യുക, split ചെയ്യുക, crack ചെയ്യുക. that is splinter. ഓർത്തോണം കേട്ടോ. okay. yes. combat force deployed in the border are always war ready. force അല്ലേ, forces ആണെങ്കിൽ 6 കൊടുക്കാം. ഓക്കെ, ഫോഴ്സസ് ആണെങ്കിൽ 6 കൊടുക്കാം. സിജി ഇവിടെ ഫോഴ്സ് ആയതുകൊണ്ട് ഈസ് കൊടുക്കണം കേട്ടോ. ഫോഴ്സ് റെഡിയാണ്. ഫോഴ്സ് മുൻപ് സിംഗുലർ ആണ് കൊടുക്കുന്നത്. ആർമി സിംഗുലർ അല്ല, ഫോഴ്സ് ഒരുമിച്ച് കൊടുക്കുക. സിംഗുലർ ആണ് ഫോഴ്സ്. ഓക്കെ, ഫോഴ്സസ് ആണെങ്കിൽ 6 കൊടുത്തു കേട്ടോ. സേന, ഫോഴ്സസ്. ഇവിടെ ഫോഴ്സസ് കൊടുക്കുക. അപ്പം അങ്ങനെയാണ് ഇന്ന് കൊടുക്കുക. കോമ്പാക്ട് ഫോഴ്സസ് ഡിപ്ലോയിഡ് ഇൻ ദ ബോർഡർ ആർ ഓൾവേസ് വോർ റെഡി, അങ്ങനെ കൊടുക്കുക. റോക്കി ബായ് ഫോംഡ് എ കാഡർ ഇൻ KGF ആഫ്റ്റർ എക്സിക്യൂട്ടിംഗ് ഗരുഡ. ഓക്കെ, ഇപ്പൊ വിനു ആണോ നമ്മുടെ KGFന്റെ ആള്? ഹരി, നിന്റെ ടീം അടിപൊളി. Her leverage throughout the plan was her family fortune. Okay. Yes. It's cadre. It's cadre. അങ്ങനെയാണ് കേട്ടോ, cadre ആണ്. കാഡ എന്നാണ് വായിച്ചത്. ഓ അല്ല, കാട അല്ല കേട്ടോ, കാടയല്ല. കാട നമ്മുടെ കാട, നോട്ട് കാട. ഇറ്റ്സ് cadre. Okay. Yes. Cadre. Yes. The viability of KRail project is need of the hour. Yes. Possibility അല്ലേ, workability, practicality. Headache is not so distresses. So distresses എന്ന് പറയില്ല. Headache is not so distressful. adjective ആയിട്ട് ഇവിടെ ഉപയോഗിച്ചേക്കുന്നതല്ലേ. അപ്പം ഇങ്ങനെയല്ല. Headache is not so distressful as toothache എന്ന് കൊടുക്കുക. സ്കൂൾ സ്റ്റുഡൻറ്റ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പാർവതി തിരിച്ചത് സെൻറ്റൻസ് കറക്റ്റ് ആക്കാൻ വേണ്ടി വന്നില്ലേ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഗുഡ് അറ്റംപ്റ്റ് കേട്ടോ. സ്കൂൾ സ്റ്റുഡൻസ് ആർ ഓൾവേസ് ഫോം അല്ല, സ്കൂൾ സ്റ്റുഡൻസ് ഓൾവേസ് ഫോം. 6 വേണ്ട അവിടെ വിദ്യ. സ്കൂൾ സ്റ്റുഡൻസ് ഓൾവേസ് ഫോം cadre. Okay, the girl always sprouts kintle words like tinker, bells, fairy, dust. Okay, the girl always sprouts kindle words. Okay, not so distressful. Yeah, yes, set. Visibility of the project is 100%. yes. കുഴപ്പമില്ല, പക്ഷെ സെറ്റ് തെറ്റിയെങ്കിലും കറക്റ്റ് ആൻസർ മനസ്സിലായില്ല. ഇപ്പോൾ കാര്യം അവിടെ ഒരു അഡ്ജക്റ്റീവ് കൊടുക്കുക എന്നുള്ളതാണ് പ്രശ്നം. മനസ്സിലായോ? അതാണ് പ്രശ്നം. ഡിസ്ട്രെസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നൗൺ ആയിട്ടല്ല വേർബായിട്ട് ഉപയോഗിക്കാം. ഡിസ്ട്രെസ്ഫുൾ കൊടുത്തു, അത് എന്തായി, അഡ്ജക്റ്റീവായി കേട്ടോ. അതെ. ഐ സോ ബോട്ട് ടു സ്പ്ലിന്റർ ഹിസ് ഫേസ്, സ്മാഷ് ഹിസ് ഫേറ്റ്. ഓക്കെ, ഐ സോ അബൌട്ട് ടു അത് യൂസേജ് കറക്റ്റ് അല്ലല്ലോ അമലേ, പ്രശ്നമുണ്ടല്ലോ. ഐ ആം അബൌട്ട് ടു അതാണ് ഉദ്ദേശിക്കുന്നത്. ഐ ആം അബൌട്ട് ടു, ഐ എം ഗോയിങ് ടു. ഞാൻ അവൻ്റെ മുഖം ഞാൻ ഇടിച്ച് പരത്താൻ പോകണം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഐ എം ഗോയിങ് ടു അല്ലെങ്കിൽ ഐ ആം അബൌട്ട് ടു, അത് കറക്റ്റാണ്. സോ വേണ്ട, ഐ ആം അബൌട്ട് ടു അതായിരിക്കും ഉദ്ദേശിച്ചത്. ചിലപ്പോൾ ടൈപ്പോ ആയിരിക്കും. 10 years of dating splintered all because of some girl he met on a business trip. Okay, good sentence. Viability of the project is 100%. Okay, yes. അപ്പോൾ നമുക്ക് നമ്മുടെ ആർട്ടിക്കിളിലോട്ട് പോകാം. അപ്പോൾ അതിനു മുമ്പ് ഡിഗ്രി പ്രിംസിൻ്റെ സെക്കൻഡ് ബാച്ച് തുടങ്ങിയ ആരും അറിയാലോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വൊക്കാബൊക്കെ മനസ്സിലാക്കി ഒരു തംസ് അപ്പ് ഇട്ടോ കേട്ടോ. നമുക്ക് നേരെ ആർട്ടിക്കിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഡിഗ്രി പ്രിംസിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു ഇന്നലെ മുതൽ, സെക്കൻഡ് ബാച്ച്. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ട്? ഡിഗ്രി പ്രിൻസിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 4 നോട്ടിഫിക്കേഷൻ വിളിച്ചു കഴിഞ്ഞു. ഇനിയും 2 ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഓഗസ്റ്റ് മാസം ആകുമ്പോഴേക്കും എക്സാം ഉണ്ടാവും. അപ്പോൾ നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് പാസ് ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ട് മനസ്സിരുത്തി പഠിക്കുക. ഉഴപ്പരുത്. ഇനിയുള്ള ഒരു 97 ഡേയ്സ് അല്ലെങ്കിൽ 98 ഡേയ്സ്, ഒരു 100 ഡേയ്സ് കൂട്ടിക്കോ. ഒരു 100 ദിവസം കൊണ്ട് മുന്നിലുണ്ടെന്ന് വിചാരിക്കുക. ആ 100 ഡേയ്സ് നിങ്ങൾ 100% കൊടുക്കാൻ റെഡി ആണെങ്കിൽ വരിക, നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. അടിപൊളി മെൻറ്റർഷിപ്പ് നിങ്ങൾക്ക് കിട്ടും. നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകാം. നമ്മളൊരു കംപ്ലീറ്റ് ബാച്ചാണ്. 27-ാം തീയതി ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. 2 ക്ലാസ്സുകളാണ്, 4 to 5, 8:30 മുതൽ 10 മണി 2 ക്ലാസ്സുകളുണ്ട് കേട്ടോ. അതുപോലെ ഹൈക്കോർട്ട് ഇന്റർവ്യൂ ഡേറ്റ് ഇന്നലെ പബ്ലിഷ് ചെയ്തായിരുന്നു, നിങ്ങൾ അറിഞ്ഞിരിക്കും. 9-ാം തീയതി മുതൽ അടുത്ത 8-ാം തീയതി വരെ, അല്ല 8 അല്ല 18 വരെ. അതിന് 18 ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 18-ാം തീയതി വരെ, ജൂൺ 18 വരെ ഇപ്പോൾ ഡേറ്റ് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. 9-ാം തീയതി, മെയ് മാസം 9 മുതൽ ജൂൺ 18 വരെയുള്ള ദിവസങ്ങളിൽ ഡേറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്റർവ്യൂവിന് പ്രാക്ടീസ് ചെയ്യുന്നവർ ഇന്റർവ്യൂ അടിപൊളിയായിട്ട് ചെയ്തു പോയി നല്ല സ്കോർ മേടിക്കുക കേട്ടോ. പരമാവധി 8-9 മാർക്ക് മേടിക്കാനുള്ള തന്നെ പോവുക. അപ്പോൾ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് കയറി ജോലിക്ക് കയറാം. 2 മാസത്തിനുള്ളിൽ ജോലി കയ്യിലിരിക്കും. വിട്ട് കളയരുത് കേട്ടോ. അപ്പോൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് ഇന്റർവ്യൂ ബാച്ച് ഉണ്ട്. ഇന്റർവ്യൂ ബാച്ചിന് ജോയിൻ ചെയ്യുന്നവർ ജോയിൻ ചെയ്യാം. 30-ാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. 9 മുതൽ 10 വരെയുള്ള സെഷനാണ്. ഒറ്റ സെഷന് ഡെയിലി ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ കുറച്ചുകൂടി നേരത്തെ ആക്കാൻ ശ്രമിക്കാം, 2 സെഷൻ ഉണ്ടെങ്കിൽ. എന്നിട്ട് ഒരു മോക്ക് ഇന്റർവ്യൂ സെഷനും നിങ്ങൾക്ക് 1-on-1 ഇന്റർവ്യൂ സെഷനും തന്നിട്ട് നിങ്ങൾ വിടത്തുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ആർട്ടിക്കിളോട്ട് പോകാം. പ്രിവെന്റിംഗ് ഹാം, സിമ്പിളായ ആർട്ടിക്കിളാണ്. ഞാനിപ്പോൾ പറഞ്ഞു, ഹെയ്റ്റ് സ്പീച്ചിനെ പറ്റിയ ഒരു ആർട്ടിക്കിളാണ്. നമുക്കത് വായിച്ചു വിടാം. ഓക്കെ, അപ്പോൾ ഇതുവരെ സെറ്റെങ്കിൽ നമുക്ക് നോക്കാം കേട്ടോ. യാ എന്നല്ലേ പ്രോ പഠിച്ചതാ, നോട്ട് സോ ആസ് ആൻഡ് സോ ആസ്, അത് വെച്ച് നോക്കിയതാ. ഇന്നലെ പഠിച്ചു വെച്ച് നോക്കിയാണ്. അത് കറക്റ്റാ. അവിടെ അഡ്ജക്റ്റീവ് മാത്രം സെറ്റ് ആയില്ലെന്നേ ഉള്ളൂ. കാര്യം കറക്റ്റാ. ഓക്കെ അമൽ, സോറി ഒന്നും പറയണ്ട. ഇറ്റ്സ് ഓക്കെ.
Mistakes are common. അത് തിരുത്തി പോകുന്നല്ലേ ശരി, ഒരു കുഴപ്പമില്ല. After the lamp was kindled, program started. Okay. Lighted. Lamp was lighted. Right. Great. Speak in English. Hi. Welcome. അപ്പോൾ നമുക്ക് നമ്മുടെ ആർട്ടിക്കിളോട്ട് പോകും പിള്ളേരെ. ഇനിയിപ്പോൾ താമസിപ്പിക്കുന്നില്ല. Let's move to our article. Preventing harm. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? പ്രിവെന്റ് ചെയ്യാണ്. അപ്പോൾ ലൈക്ക് ഇടാത്തവരൊക്കെ ലൈക്ക് ചെയ്യാം കേട്ടോ. 40+ സ്റ്റുഡൻസ് ലൈവ് വ്യൂവേഴ്സ് ഉണ്ട് നമുക്കിപ്പോൾ. ആൻഡ് ഐ നീഡ് എവറിബഡി ടു ലൈക്ക് ദ സെഷൻ ആൻഡ് ഷെയർ ഇറ്റ് അമംഗ് ദ പീപ്പിൾ. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ദാറ്റ്സ് ഹൗ വി ഡു അല്ലേ ആണ്. അപ്പം എന്താ പ്രിവെന്റ് ചെയ്യുന്നത് നമ്മൾ? ഉപദ്രവം അല്ലെ, ഹാവ് അല്ലെ, ഉപദ്രവമാണ് നമ്മൾ പ്രിവെന്റ് ചെയ്യുന്നത്. ലെറ്റ്സ് സീ. Proactive intervention is needed to stop spread of hate and inflammatory speeches. നേരത്തെ പറഞ്ഞ പോലെ പ്രൊആക്റ്റീവ് ആയിട്ടുള്ള ഇന്റർവെൻഷൻ വേണം, നല്ല ഡൈനമിക് ആയിട്ടുള്ള ടേക്ക് കൺട്രോൾ ഏറ്റെടുക്കണം. ഇന്റർവെൻഷൻ വേണം അല്ലെ, പ്രൊആക്റ്റീവ് ആയിട്ടുള്ള ഇന്റർവെൻഷന്റെ ആവശ്യമുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ത് സ്റ്റോപ്പ് ചെയ്യാനാണ്? സ്പ്രെഡ് ഓഫ് ഹേറ്റ് ആൻഡ് ഇൻഫ്ലമേറ്ററി സ്പീച്ചസ്. ഹേറ്റ് സ്പീച്ചുകളെ അല്ലെങ്കിൽ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള പ്രൊവോക്കേറ്റിംഗ് ആയിട്ടുള്ള സ്പീച്ചസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം? അതിനെ സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ, ഇനി അതിനെ തടസ്സപ്പെടുത്തുക, ഇനി അതിനെ സ്റ്റോപ്പ് ചെയ്യണം, ഇനി അത് വേണ്ട നമ്മുടെ നാട്ടിൽ. അത് വേണ്ടിയിട്ട് പ്രൊആക്റ്റീവ് ഇൻ്റർവെൻഷൻ ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ. The value of proactive judicial intervention cannot be understated. After the Supreme Court called for the corrective measures against the peddling of communal hate from supposedly religious platforms, the authorities in Uttarakhand have prevented the holding of a Dharam Sansad in Roorkee by imposing prohibitory orders against such gatherings. At a time when communally motivated gatherings are becoming conspicuous in their frequency. നിങ്ങൾ ഓട്ടോ നോർത്തിലാണ് ഏറ്റവും കൂടുതൽ കമ്മ്യൂണൽ റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഈ വയലന്റ് സ്പീച്ചുകൾ, ഇൻഫ്ലമേറ്ററി സ്പീച്ചുകൾ നടക്കുന്നത്. കേരളത്തിൽ വലിയ ഇതൊക്കെ നടന്ന കുറച്ചുകൂടി ബുദ്ധിയുള്ളവരാണ് നമ്മൾ അല്ലെ, ബോധമുള്ളവരാണ് നമ്മൾ. അപ്പോൾ നമ്മൾ അതിൽ കയറി പ്രതികരിക്കും. അവിടെ പക്ഷെ അതൊന്നും നടക്കുന്നില്ല. അപ്പോൾ പ്രൊആക്റ്റീവ് ആയിട്ടുള്ള ജുഡീഷ്യൽ ഇന്റർവെൻഷന്റെ ആവശ്യകത എന്ന് പറയുന്നത്, മൂല്യം എന്ന് പറയുന്നത്, വാല്യൂ എന്ന് പറയുന്നത്, അതിന്റെ എസൻസ് എന്ന് പറയുന്നത്, അതിനെ ഒരിക്കലും നമുക്ക് അണ്ടർസ്റ്റേറ്റ് ചെയ്ത് കളയാൻ പറ്റില്ല, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കളയാൻ പറ്റില്ല, ട്രിവിലൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ സുപ്രീം കോർട്ട് ഡിമാൻഡ് ചെയ്തു കറക്റ്റ് മെഷേഴ്സ് എടുക്കണം, ഡിമാൻഡ് ചെയ്തു കേട്ടോ, ഇന്റർവെൻ ചെയ്തിട്ട് ഡിമാൻഡ് ചെയ്തിട്ട് പറഞ്ഞു കറക്റ്റ് മെഷേഴ്സ് എടുക്കണം എന്ന് പറഞ്ഞു. അഗൈൻസ്റ്റ് സ്പ്രെഡിങ് ഓഫ് കമ്മ്യൂണൽ ഹേറ്റ്. പെഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ വെൻഡറിങ്, സെല്ലിയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരോടൊക്കെ വിൽക്കുക, കമ്മ്യൂണൽ ഹേറ്റ് വിൽക്കുക എല്ലാവരിലോട്ടും. അങ്ങ് സ്പ്രെഡ് ചെയ്ത് സർക്കുലേറ്റ് ചെയ്തും കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ കൊടുക്കുന്ന കമ്മ്യൂണൽ ഹേറ്റിനെ സപ്പോസഡ്ലി അലജഡ്ലി അറിയപ്പെടുന്നത് എവിടെ നിന്നാണ്? റിലീജിയസ് പ്ലാറ്റ്ഫോംസ് ഇത് കൊടുക്കുന്നത്. അവരാണല്ലോ ഹേറ്റ് സ്പീച്ചിൻ്റെ ആൾക്കാർ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് സുപ്രീം കോർട്ട് പറഞ്ഞു, ഡിമാൻഡ് ചെയ്തപ്പോൾ അതോറിറ്റീസ് എന്ത് ചെയ്തു? ഉത്തരാഖണ്ഡ് അതോറിറ്റീസ് എന്ത് ചെയ്തു? അവർ പ്രിവെന്റ് ചെയ്തു. അവർ ഹോൾഡ് ചെയ്യുന്ന ധറം സൻസാദ്, അവരുടെ സൻസാദ് കൂട്ടം ഗ്യാതറിങ്ങിനെ അവരെന്ത് ചെയ്തു? പ്രിവെന്റ് ചെയ്തു. റൂർക്കി നിങ്ങൾക്ക് അറിയാലോ, റൂർക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ IIT ഒക്കെ ഉള്ള സ്ഥലമാണ് റൂർക്കി. എത്ര കുട്ടികൾ പഠിച്ചിറങ്ങുന്ന സ്ഥലമാണെന്ന് ആലോചിക്കണം. അതായത് IIT പോലെയുള്ള നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ. അവിടെയൊക്കെയാണ് ഈ പരിപാടി ഇവർ നടത്തുന്നതെന്ന് ആലോചിച്ച് നോക്കി. ഇന്ത്യയുടെ ഒരു പോക്ക് എവിടെ നിന്ന്? 2 എക്സ്ട്രീമിലുള്ള ആൾക്കാർ ജീവിക്കുന്ന സ്ഥലം. ആ ക്യാമ്പസ് ഒഴിച്ച് ബാക്കി എല്ലാ ഏരിയയും ഇങ്ങനെ തന്നെയാണ്, അത് ഓർത്താൽ മതി. അപ്പോൾ ഇവിടെ എന്താണ് അവരെന്താ ഈ ഉത്തരാഖണ്ഡ് ഗവൺമെന്റ് അതിന് എന്താ ചെയ്തത്? ദേ ഇമ്പോസ്ഡ് പ്രൊഹിബിറ്ററി ഓർഡേഴ്സ് ചെയ്തു അല്ലെ. ഈ ഗ്യാതറിങ്സിനെതിരെ പ്രൊഹിബിറ്ററി ഓർഡേഴ്സ് കൊടുത്തു. ഇനി പറ്റില്ല, ഇങ്ങനെയുള്ള ഗ്യാതറിങ്സ് നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കമ്മ്യൂണിറ്റി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഗ്യാതറിങ്സ് നടക്കുന്നു. വളരെ എവിഡന്റ് ആയിട്ട്, വളരെ വിസിബിൾ ആണ് കേട്ടോ, വളരെ വിസിബിൾ കോൺസ്പിക്വസ് ആണ് നമ്മുടെ നാടുകളിൽ കേട്ടോ. ഇൻ ദർ ഫ്രീക്വൻസി, ഇവരുടെ ഫ്രീക്വൻസിയിൽ ഭയങ്കര കൂടുതലായി അത്ര ഫ്രീക്വന്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. ആൻഡ് വോസിഫറസ് ഇൻ ദ ഫൾമിനേഷൻസ് അഗൈൻസ്റ്റ് മൈനോറിറ്റീസ്, വളരെ ഔട്ട്സ്പോക്കൺ ആണ്. അത് നമുക്ക് വളരെ എവിഡന്റ് ആയിട്ട്, അതായത് അവരുടെ സംസാരത്തിനെ മനസ്സിലാക്കാൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിനെ ടാർഗറ്റ് ചെയ്യുന്നതാണ് ഇവ എന്ന് മനസ്സിലാക്കും. ദേ ആർ പ്രൊട്ടസ്റ്റിംഗ്, അവർ ശരിക്കും പ്രൊട്ടസ്റ്റ് ആണ് നടത്തുന്നത്, ഒബ്ജെക്ഷൻസ് ആണ് നടത്തുന്നത് അഗൈൻസ്റ്റ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിനെതിരെ. അതൊക്കെ വളരെ എവിഡന്റ് ആയിട്ട് നടക്കുന്നു ഈ രാജ്യത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ വി ആർ ലിവിങ് ഇൻ എ ഡെമോക്രസി? ഐ ഡൗട്ട്. One would have expected the police to be more sensitive to the situation and prevent hate speeches. അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരാൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യും കുറച്ചുകൂടി സെൻസിറ്റീവ് ആകാമായിരുന്നു പോലീസിന് എന്ന്. മാത്രമല്ല കുറച്ചുകൂടി സെൻസിറ്റീവ് ആകാമായിരുന്നു മാത്രമല്ല ഇത് പ്രിവെന്റ് ചെയ്യാമായിരുന്നു പോലീസിന്, ഉത്തരാഖണ്ഡ് പോലീസിന്. Council for Himachal Pradesh has said preventive steps were taken when one such gathering took place a few days ago and that the participants were warned against any incitement. But those who have approached the court against the trend of hate speeches at such meets accuse local authorities of inaction. It was one such a religious conclave in Haridwar in December that witnessed extraordinarily inflammatory. Okay. അപ്പോൾ പറഞ്ഞു വരുന്ന ഇതാണേ, നമ്മൾ ഇങ്ങനെ ഹിമാചൽ പ്രദേശിൽ ഇങ്ങനെ ഒരു കൗൺസിൽ, ഹിമാചൽ പ്രദേശിലെ കൗൺസിൽ പറഞ്ഞു, അവരുടെ കൗൺസിൽ പറഞ്ഞു ഇങ്ങനെയാണ്. എന്താണ് കൗൺസിൽ എന്ന് പറയുമ്പോൾ ഉദ്ദേശിച്ച് ഇവിടുത്തെ കൗൺസിൽ ഏതാ? ലോയർ അല്ലേ, ലോയർ
ഫോർ ഹിമാചൽ പ്രദേശ് പറഞ്ഞു പ്രിവെന്റീവ് സ്റ്റെപ്സ് എടുത്തിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു ഗ്യാതറിങ്ങിനെ എടുത്തിരുന്നു, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവർ നടത്തിയിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, പാർട്ടിസിപ്പൻസിനെ വോൺ ചെയ്തു, നമ്മൾ ഇങ്ങനൊരു ഇൻസൈറ്റ്മെന്റ് കൊടുക്കാൻ പാടില്ല അല്ലേ, പെർസ്വേഷൻ കൊടുക്കാൻ പാടില്ല, മറ്റുള്ളവരെ ഇങ്ങനെ പെർസ്വേഡ് ചെയ്യുന്ന പരിപാടി നിർത്തിക്കോ, അങ്ങനത്തെ ഒരു പരിപാടി പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവരെ ഒരു വാർണിംഗ് കൊടുത്തു. പക്ഷേ അവരെന്ത് ചെയ്തു, അവർ കോർട്ടിനെ അപ്രോച്ച് ചെയ്തു. ഓക്കെ, അവരെ കോർട്ടിനെ അപ്രോച്ച് ചെയ്തവരെ അവരെന്ത് ചെയ്തു, അഗൈൻസ്റ്റ് ട്രെൻഡ് ഓഫ് ഹെയ്റ്റ് സ്പീച്ചസ്, ഇങ്ങനത്തെ സച്ച് മീറ്റിംഗിൽ ഹെയ്റ്റ് സ്പീച്ച് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അപ്പോൾ അവരെന്ത് ചെയ്തു, ലോക്കൽ അതോറിറ്റീസിനെ പഴിചാരി പറഞ്ഞു. അക്യൂസേറ്റ് പറഞ്ഞു ലോക്കൽ അതോറിറ്റീസ് ആയി അവരുടെ ഇനാക്ഷൻ കാരണമാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പരിചാരി അങ്ങനെ, അതായത് നമ്മൾ ഒരാളെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ ഞങ്ങൾ അതിന്റെ കാര്യം എടുക്കുക, അതൊക്കെ ഈ ലോക്കൽ അതോറിറ്റീസിന്റെ പ്രശ്നം. ലോക്കൽ അതോറിറ്റീസ് ചെല്ലുമ്പോൾ അവർ പറയും മുകളിലിരിക്കുന്നവന്മാരായിരുന്നു ഇതൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പന്ത് കിട്ടുന്ന ഒരു പരിപാടി, നിങ്ങൾക്ക് മനസ്സിലായി കാണും ആ പരിപാടി. അപ്പോൾ അങ്ങനെ ഒരു റിലീജിയസ് ഗ്യാതറിംഗ് ആണ് ഹരിദ്വാറിൽ നടന്നത്. റിലീജിയസ് ഗ്യാതറിംഗ് ഹരിദ്വാറിൽ നടന്നു ഡിസംബറിൽ. അതിന് വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. എക്സ്ട്രോണറി ഇൻഫ്ലമേറ്ററി ആയിട്ട് വളരെ പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള സ്പീച്ച് നടത്തിയിരുന്നു അഗൈൻസ്റ്റ് മുസ്ലിംസ്. അത് നമുക്കറിയാം, മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് മുസ്ലിംസിനെതിരെ നടത്തിയിരുന്നു. സം ഓഫ് ദം ഹാവിംഗ് ഷോക്കിംഗ്ലി ജെനോസൈഡൽ ടെനർ. അതിൽ ജെനോസൈഡ്, വളരെ മസക്കർ മുന്നോട്ട് വരുത്തുന്ന രീതിയിലുള്ള ടോണിലായിരുന്നു സംസാരമൊക്കെ അതിൽ വന്നിരുന്നത്. സംതിങ് ക്രൂഷ്യൽ ആണ്. ഇറ്റ്സ് റിയലി സീരിയസ് എൻ ഇഷ്യൂ. വളരെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, കൂടി ഇച്ചിരി വെറുപുരണ്ട അവസ്ഥയാണ് ഇതിൽ. ആഫ്റ്റർ ഡിത്തറിംഗ്, hesitating, the Uttarakhand police had then arrested Yati Narsingh Anand, a controversial priest and Hindutva leader who was among those who had allegedly called for armed violence against minorities. Even after obtaining bail under a condition that he would not make any provocative speeches, he had participated in a similar event in Delhi. Instances of controversial religious figures making unacceptable comments at different places and occasions. പറഞ്ഞത് ഇതാണ്. അപ്പോൾ ഇങ്ങനെ ഹെസിറ്റേറ്റ് ചെയ്യുന്നതിന് ശേഷം കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് ഡിസിസീവായിട്ട് നിൽക്കുന്നതിന് ശേഷം നമ്മുടെ ഉത്തരാഖണ്ഡ് പോലീസ് ആരെ അറസ്റ്റ് ചെയ്തു, യതി നരസിംഗ് ആനന്ദിനെ അറസ്റ്റ് ചെയ്തു. ഇങ്ങനെ ആരെന്നറിയോ, ഇങ്ങനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോൺട്രവേഴ്ഷ്യൽ പ്രീസ്റ്റാണ്, വളരെ പേര് കേട്ട കുപ്രസിദ്ധനായ ഒരു പ്രീസ്റ്റാണ്. മാത്രവുമല്ല അദ്ദേഹം ഒരു ഹിന്ദുത്വ ലീഡറുമാണ്. അപ്പം ഇങ്ങനെ പ്രത്യേകത വെച്ചാൽ ഇങ്ങനെ അലജ് ചെയ്യപ്പെടുന്നത്, ഇങ്ങനെ എന്ത് ചെയ്യാണ്, ആംഡ് വയലൻസിന് മൈനോറിറ്റീസിനെതിരെയുള്ള ആംഡ് വയലൻസിനെ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ആളാണ്. അങ്ങനെ ഡിമാൻഡ് ചെയ്ത ഒരാളാണ് ഇയാൾ. ഓക്കെ, ഹി ഡിമാൻഡഡ് ഫോർ ആംഡ് വയലൻസ് അഗൈൻസ്റ്റ് മൈനോറിറ്റീസ്. അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു, പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ. പക്ഷേ ബെയിൽ കിട്ടി പുള്ളി പുറത്തുപോയി. ബെയിൽ കിട്ടിയതിന് ശേഷം ഇതുപോലെ തന്നെ ഇയാൾ പോയി പ്രൊവോക്കേറ്റീവ് സ്പീച്ച് നടത്തി. എവിടെ? ഇതുപോലൊരു സിമിലർ ഈവന്റ് ഇയാൾ തന്നെ ഡൽഹി നടത്തി. ഒന്ന് ആലോചിച്ച് നോക്കി. അതാണ് നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥയെ, നാടിൻ്റെ നിയമ സംഹിതയുടെ അവസ്ഥ. നമ്മൾ സാധാരണക്കാർ വല്ലോ ആണെങ്കിലോ ഇപ്പം പിടിച്ചകത്തിട്ടിട്ട് പുറലോകം കാണണമെങ്കിൽ എത്ര നാളെടുക്കുന്നു ആലോചിച്ച് നോക്കിയേ. അതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള, അതായത് അവർക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഇത്രയും സീരിയസ് ആയിട്ട് ഇഷ്യൂസ് നടക്കുകയാണ്. കോൺട്രവേഴ്ഷ്യൽ റിലീജിയസ് ഫിഗേഴ്സിനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ഉള്ള ഇവരെയൊക്കെ വെച്ച് വാഴിക്കുന്നതിൻ്റെ കാര്യം ഓർക്കുമ്പോൾ, ആൻഡ് ദേ ആർ പുട്ടിങ് ഫോർവേഡ് അൺഅക്സെപ്റ്റബിൾ ആയ കോമൻസ് ആണ് ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്, മറ്റുള്ളവരിലോട്ട്, മറ്റ് സ്ഥലങ്ങളിൽ, മറ്റ് അവസരങ്ങൾ, ഒക്കേഷൻസിൽ ഒക്കെ ഒരുപാട് തവണ വരുന്നു. ആൻഡ് ഇറ്റ് ഹാവ് എമേർജ് ആസ് എൻ ഡിസ്റ്റർബിംഗ് പാറ്റേൺ, വളരെ ഒരു ഡിസ്റ്റർബിംഗ് പാറ്റേൺ ആയി മാറിക്കൊണ്ടിരിക്കുന്നു. വൺ ദാറ്റ് കോർട്ട് മേ ഹാവ് ടു അറസ്റ്റ് ബൈ സ്റ്റോൺ ആക്ഷൻ. ഇനിയിപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുള്ള വളരെ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷനോടുകൂടി തന്നെ കോർട്ട് ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യണം, അല്ലാതെ പരിപാടി നടക്കില്ല. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തി, അതായത് വഷളായി സംഭവം. ഇനിയിപ്പോൾ നമുക്ക് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത അവസ്ഥയിലെത്തിയിട്ടുണ്ട്. കോർട്ട് ഇന്റർവ്യൂ ചെയ്തിട്ടേ പറ്റുള്ളൂ, വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ. One way of looking forward, looking at this phenomenon is to dismiss it as not being representative of the silent majority and as the activity of a few fringe elements. However, it cannot be gainsaid that the provocators are seeking to foster a collective fear among the majority that their interests are not being protected by an allegedly minority-friendly constitution and feeding of the same fear to spread their message of hate. The possible damage to the social fabric. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കും, ഒരു രീതിയിൽ നമുക്കതിനെ നോക്കി കാണാൻ പറ്റുന്ന, ഈ ഫിനോമിനെ നോക്കി കാണാൻ പറ്റുന്ന എങ്ങനെയാണ്, നമുക്ക് ഡിസ്മിസ് ചെയ്തോളാം, നമുക്ക് അങ്ങ് അവോയ്ഡ് ചെയ്ത് കളയാം. അത് ഒരു റെപ്രസെൻറ്റേറ്റീവ് അല്ല. ഇവർ ശരിക്കും ദേ ആർ നോട്ട് ബീങ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് സൈലന്റ് മെജോറിറ്റി. ഒരു സൈലന്റ് മെജോറിറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവ് അല്ല എന്ന് നമുക്ക് കാണാം. ശരിയാ, ഒരു വലിയ മെജോറിറ്റി ഓഫ് ആൾക്കാർ ഇതിലൊന്നും ഇടപെടാൻ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്നും ഇതിൽ കാണണ്ട. കാരണം കുറച്ച് എന്താ പറയുക, നമ്മൾ പറയില്ലേ, കുറച്ച് ആൾക്കാരുണ്ട്, കുറച്ച് വെറുപെറേണ്ട കുറച്ച് ആൾക്കാരുണ്ട് എന്ന് വിചാരിച്ച് എല്ലാവരെയും കൂടെ നമുക്ക് പറയില്ലേ, 1-2 മുട്ട ചീഞ്ഞ മുട്ടയെന്ന് വിചാരിച്ചാൽ മുട്ട അല്ലേ, ആ റാക്കിലുള്ള മുട്ട എല്ലാം ചീത്തയാന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുപോലെ ഓക്കെ, അത് അപ്പോൾ നമുക്ക് പറയാം കുറച്ച് ഫ്രിഞ്ച് എലമെന്റ്, കുറച്ച് ബോർഡർ എലമെന്റ്സിൽ കുറച്ച് ആക്ടിവിറ്റി ആയിട്ട് തന്നെ വേണം കാണാൻ നമുക്ക്. ഓക്കെ, പക്ഷേ എന്നിരുന്നാലും അങ്ങനെ നമ്മൾ കാണുമ്പോഴും വി ഹാവ് ടു സേ, അപ്പോഴും നമ്മൾ ഓർക്കണം, ഇറ്റ് ക്യാൻ ബി ഗെയിൻസെഡ്. നമുക്ക് ഇതിനെ കൃത്യമായിട്ട് പറയാൻ പറ്റും അല്ലേ, ഈ ഗെയിൻസേ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് ഇതിനെ ഇത് ചെയ്യാൻ പറ്റും, ഇത്
കൃത്യമായിട്ട് നോക്കി കാണാൻ പറ്റും. ഈ പ്രൊവക്കേറ്റേഴ്സ് എന്ത് ചെയ്യുക, അവർ എൻകറേജ് ചെയ്യാൻ ശ്രമിക്കുവാണ്. ദേ ആർ ട്രൈങ് ടു സീക്കിംഗ് ടു എൻകറേജ്. അവരെന്ത് ചെയ്യാണ്, ഒരു എന്താ ആൾക്കാരിലോട്ട് പേടി ഉണ്ടാക്കും, മെജോറിറ്റിയിലെ ഒരു പേടി കേട്ടോ, ഒരു പേടി കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ദേ ആർ ട്രൈങ് ടു എൻകറേജ്, അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുവാണ്, അല്ലെങ്കിൽ റേസ് ചെയ്യാൻ ശ്രമിക്കുവാണ് പേടി ഇൻ ടു ദ മെജോറിറ്റി ആൻഡ് അവരുടെ ഇൻട്രസ്റ്റ്. ഓക്കെ, അത് നമ്മുടെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നില്ല. മെജോറിറ്റിയോട് പറയുന്നത് നമ്മുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നില്ല. ഈ മൈനോറിറ്റിക്കാർ കാരണം, മൈനോറിറ്റി ഫ്രണ്ട്ലി കോൺസ്റ്റിറ്റ്യൂഷൻ കാരണം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വെറും മൈനോറിറ്റി ഫ്രണ്ട്ലി കോൺസ്റ്റിറ്റ്യൂഷനാണ്, നമ്മുടെ അവകാശങ്ങൾക്ക് ഇവിടെ ഒരു വിലയുമില്ല മക്കളെ എന്ന് പറഞ്ഞ് മെജോറിറ്റിയോട് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഒരു ലാർജ് മെജോറിറ്റി ഉള്ള ആൾക്കാർ, മിണ്ടാതെ നിൽക്കുന്ന മെജോറിറ്റി ഉള്ള ആൾക്കാരോട് പറയാം നമ്മുടെ അവകാശങ്ങൾക്കൊന്നും ഇവിടെ വിലയില്ല, മൈനോറിറ്റിക്ക് മാത്രം ഇവിടെ മുൻതൂക്കം കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു കൊടുത്താൽ അത് ഈ വിഷം കുത്തിവെക്കുന്ന ഒരു പരിപാടിയാണ് അല്ലേ. ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുക, വിഷം ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ആ ഫിയർ എന്ത് ചെയ്യും, ഫീഡ് ഓഫ് ചെയ്യും. ഫീഡിങ് ഓഫ് ദ സെയിം ഫിയർ, ഈ ഫിയർ എന്ത് ചെയ്യും, എനർജി കിട്ടിയെടുക്കും അല്ലേ. അങ്ങനെ ഈ ഹെയ്റ്റ് മെസ്സേജിൽ നിന്ന് എനർജി, ഈ ഫിയർ എന്ത് ചെയ്യും, എനർജി ഹെയ്റ്റ് മെസ്സേജിൽ നിന്ന് പിടിച്ചെടുക്കും. അങ്ങനെ അതായത് ഒരു ഇരുത്തിൽ കണ്ണി പോലെ ഇതാകും, അതങ്ങനെ പോകും. അത് ഇറ്റ് ഈസ് ഗോയിങ് ടു ക്രിയേറ്റ് എ പോസിബിൾ ഡാമേജ് ഇൻ ദ സോഷ്യൽ ഫാബ്രിക്. മൊത്തത്തിൽ അത് ഇൻകാൽക്കുബിൾ ആയിരിക്കും. നമുക്ക് ശരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ പരിധിയിലപ്പുറമായിരിക്കും ഇനി വരാൻ പോകുന്ന ഒരു പ്രശ്നം അതിൻ്റെ. ആസ് ദ ലാംഗ്വേജ് ഓഫ് ദ ഹേറ്റ്രഡ് മേ സീപ്പ് ഇൻ ടു ദ പബ്ലിക് കോൺഷ്യസ്നസ് ആസ് എൻ അൺഎക്സ്പെക്റ്റബിൾ തോട്ട് പ്രോസസ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇങ്ങനത്തെ ഒരു ഹേറ്റ്രഡ് എന്ന് പറയുന്നത് പബ്ലിക് പൊതുമനസ്സാക്ഷിയുടെ മുൻപിലേക്ക് വരുമ്പോൾ വളരെ ഒരു ആക്സെപ്റ്റബിൾ ആയ തോട്ട് പ്രോസസ്സായി മാറാനുള്ള ചാൻസും ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു അക്സെപ്റ്റബിൾ ആയ സാധനം അക്സെപ്റ്റബിൾ ആയി മാറാനുള്ള ചാൻസ് ഈ പറയുന്ന ഹെയ്റ്റ് സ്പീച്ചുകൾക്ക് ഉണ്ട്. അങ്ങനെ വരാതിരിക്കട്ടെ, അതാണ് ഇവിടെ ഓതർ പറഞ്ഞത്. ഇറ്റ്സ് എ റൈറ്റ് മൊമെന്റിൽ പറയേണ്ട ആർട്ടിക്കിൾ തന്നെയാണെന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഇതിനെ ഞാൻ ഒട്ടും തെറ്റ് പറയില്ല. The result may be an atmosphere in which communal harmony and public tranquility will be at a perennial risk. It is in this backdrop that modern democracies make a clear distinction between freedom of expression and speech that tends to incite hatred against a public group or section of society. The Supreme Court has recognized the potential for a wider societal impact beyond the distress caused to individual members of the targeted group in cases relating. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ സ്പീച്ചിൻ്റെ കാര്യം. അപ്പോൾ സ്പീച്ച് പ്രോസസ്സ്, ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് ശരിക്കും നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ട്. അത് കമ്മ്യൂണൽ ഹാർമണിക്ക് എതിരെയാണ് പോകുന്നതെങ്കിൽ, ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ കമ്മ്യൂണൽ ഹാർമണിക്കും പബ്ലിക് ട്രാങ്ക്വിലിറ്റിയും നശിപ്പിക്കുമെങ്കിൽ, അതിനെ റിസ്കിലാക്കുമെങ്കിൽ, എവർലാസ്റ്റിംഗ് റിസ്കിലാക്കുമെങ്കിൽ അതൊരു പ്രശ്നമായ ഒരു പരിപാടിയാണല്ലോ. അങ്ങനെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മോഡേൺ ഡെമോക്രസീസ് ക്ലിയർ ആയ ഡിസ്റ്റിങ്ഷൻ വരുന്നത്, ഇവിടെ കൃത്യമായ ഒരു വ്യത്യാസം കൊടുക്കുക. എന്താണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആൻഡ് സ്പീച്ച്, അപ്പോൾ എന്താണ് ഹെയ്റ്റ് സ്പീച്ച്, അത് തമ്മിലുള്ള ഡിഫറൻസ്. അത് പബ്ലിക് ഗ്രൂപ്പിന് എതിരെ ഒരു ഹെയ്റ്റ് കൊണ്ടുവരുന്ന സാധനമാണെങ്കിൽ അത് നമ്മുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് അല്ല. നീ മറ്റൊരു സൊസൈറ്റിയെ, മറ്റൊരു കമ്മ്യൂണിറ്റിയെ ഉപദ്രവിക്കുന്നു നിന്റെ സ്പീച്ച്, അല്ലെ നിങ്ങളുടെ ഗ്രൂപ്പിന്റെ സ്പീച്ച് മറ്റൊരു ഗ്രൂപ്പിനെ ഉപദ്രവിക്കുമെങ്കിൽ അത് ഹെയ്റ്റ് സ്പീച്ചാണ്, അത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അല്ല. നീ മറ്റുള്ളവരെ ഉപദ്രവിക്കുമെങ്കിൽ നീ അത് ഫ്രീഡം അല്ല, നീ അത് ഉപയോഗിക്കുന്നത്, നീ അധികാരം ഉപയോഗിച്ച് അവരെ എക്സ്പ്ലോയിറ്റ് ആണ് ചെയ്യുന്നത്. മനസ്സിലായോ? യു ആർ യൂസിങ് യുവർ ഡോമിനൻസ് ഉപയോഗിക്കുക നീ ചെയ്യുന്നത്. യു ആർ സപ്രസിങ് ദം, യു ആർ ഒപ്രസിങ് ദം, അതാണ് നടത്തുന്നത് എന്നിവിടെ ആ ഒരു ക്ലിയർ ഡിസ്റ്റിങ്ഷൻ കൊണ്ടുവരണം. അപ്പോൾ സുപ്രീം കോർട്ട് എന്ത് ചെയ്തു, റെക്കഗ്നൈസ് ചെയ്തു ഇതിന്റെ പൊട്ടൻഷ്യൽ ഇതിന്റെ ആവശ്യകത ആലോചിക്കുവാണ്. ഇതിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലേ, ആൻഡ് വൈഡർ സൊസൈറ്റൽ ഇമ്പാക്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ബിയോണ്ട് ദ ഡിസ്ട്രസ്, വിചാരിക്കുന്നതിനേക്കാളും പെയിൻ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് ഇൻഡിവിജ്വൽ മെമ്പേഴ്സിൽ അല്ലേ. ടാർഗറ്റഡ് ഗ്രൂപ്പിലുള്ള ഇൻഡിവിജ്വൽ മെമ്പേഴ്സിന് ഒരുപാട് ഇത് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഇൻ കേസസ് റിലേറ്റിംഗ് ടു ലിഞ്ചിങ് ആൻഡ് ക്യാപ് പഞ്ചായത്തും അതുപോലെ മേർഡറിങ്, കില്ലിങ് ഉള്ള പരിപാടികളൊക്കെ ഉണ്ട് അല്ലേ. നമ്മുടെ നാട്ടിലല്ല, പുറത്തോട്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മുടെ നാട്ടിൽ പോലും ഉണ്ട് കില്ലിങ് ഇപ്പോൾ പുതുമയൊന്നുമില്ല അല്ലേ, കേരളത്തിലും പുതുമയൊന്നുമല്ല. ദ കോർട്ട് ലേഡ് ഡൗൺ formulated guidelines on preventive, remedial and punitive measures. Preventive ആയിട്ടുള്ള remedial solution കൊണ്ടുവരുന്ന, punitive ആയിട്ടുള്ള punishment, penal ആണ്. Punitive means penal measures, punishable ആയിട്ടുള്ള measures. While these are to be followed without exemptions, there is also a need for considering new criminal and penal provisions to combat hate speech. അപ്പോൾ hate speechനെ നമ്മൾ എന്ത് ചെയ്യണം, ഫൈറ്റ് ചെയ്യണമെങ്കിൽ, എതിർക്കണമെങ്കിൽ, റെസിസ്റ്റ് ചെയ്യണമെങ്കിൽ പുതിയ ക്രിമിനൽ പ്രൊവിഷൻസ് കൊണ്ടുവരണം. പീനൽ ആയിട്ടുള്ള പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിട്ട്, നിയമസംഹിതകൾ ഇപ്പോൾ ഉള്ളതിനൊക്കെ ലൂപ്പ് ഹോൾസ് ഉണ്ട്, പുതിയത് കൊണ്ടുവരണം. കാരണം അത് കൊണ്ടുവരുകയും ചെയ്യണം, വിത്തൗട്ട് എക്സെപ്ഷൻ നടത്തിക്കൊണ്ട് പോവുകയും ചെയ്യണം, അത് ഫോളോ ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യണം വിത്തൗട്ട് എക്സെപ്ഷൻസ്. പ്രൊവിഷൻസ് വെറുതെ ഫോർമുലേറ്റ് ചെയ്താൽ മാത്രം പറ്റാ, അത് വെറുതെ എഴുത്തിൽ മാത്രം കൊണ്ടുവന്നാൽ പോരാ, അത് ആക്ഷനിലും കൊണ്ടുവരണം. ഇറ്റ് ഈസ് ഹൈലി അനലിറ്റിക്കൽ. അതുപോലെ തന്നെ ഇതിന് കുറച്ചുകൂടെ ആർഗ്യുമെന്റേറ്റീവ് ടോൺ ഉണ്ടെന്ന് ഞാൻ പറയും അല്ലേ. ഇതൊരു ആർഗ്യുമെന്റേറ്റീവ് ടോൺ ഉണ്ടെന്നും ഞാൻ പറയും. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണേ. സിമ്പിൾ അല്ലേ? ക്ലിയർ ആയെന്ന് വിശ്വസിക്കുവാണേ.
ഓക്കെ, അപ്പോൾ ഞാൻ സമയം കളയുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ നോക്കുന്നില്ല, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇന്നലത്തെ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ എല്ലാവരും ആൻസർ തന്നായിരുന്നു, കുറേ പേര് ആൻസർ തന്നു. ആൻസർ തരാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു തരാം. ബോത്ത് ആൻഡ് ആസ് വെൽ ആസ് ഒരുമിച്ച് വരില്ല. ബോത്തിൻ്റെ കൂടെ എപ്പോഴും വരുന്ന കോറിലേറ്റീവ് ആയിട്ട് ഒരുമിച്ച് വരേണ്ട കാര്യമാണ് ബോത്ത് ആൻഡ്. ഓക്കെ, ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് ബോത്ത് വിംബിൾട്ടൺ ആൻഡ് ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഡു നോട്ട് വാണ്ട് ടു സീ ദ വുഡ് ഫോർ ദ ട്രീസ്. ക്വസ്റ്റ്യൻ, ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ ലാക്ക് ഓഫ് എ സ്ട്രക്ചേർഡ് കാഡ്രെ ബേസ് ദാറ്റ് വുഡ് ട്രംപറ്റ് ദ കോൺഗ്രസ് ലെഗസി ആൻഡ് അച്ചീവ്മെന്റ്സ് ഈസ് എ സിവിയർലി വീക്ക്നെസ്. ഇതാണ് ക്വസ്റ്റ്യൻ. സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് എനിക്ക് എന്ത് ചെയ്ത് തരണം, നിങ്ങളൊരു കോമെന്റ് സെക്ഷനിൽ നിങ്ങൾ ആൻസറും കൂടെ തരാം. ഓക്കെ, അപ്പോൾ PDF നോക്കുക, അതുപോലെ ആൻസർ കിട്ടും. ഇതെല്ലാം നിങ്ങൾക്ക് ആൻസേഴ്സ് ഒക്കെ പറഞ്ഞതൊക്കെ നോട്ട് ചെയ്ത് പോവുക, PDF നോക്കുക, എടുക്കുക. ആൻഡ് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾ എന്തായാലും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ മറക്കണ്ട കേട്ടോ ഈ സെൻറ്റൻസിൻ്റെ. ഓക്കെ, അതുപോലെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തൊരു ടെലിഗ്രാം ചാനൽ ചോദിക്കും. ഒരുപാട് വൈകി ഇന്ന് കുറച്ച് ഡിസ്കഷൻ കൂടി പോയി. താങ്ക് യു സോ മച്ച്. അപ്പോൾ ലൈവിൽ വന്നവർക്കും റെക്കോർഡ് വന്നവർക്കും താങ്ക് യു. നിങ്ങൾക്ക് അറിയാം, ലൈക്ക് ചെയ്യുക, കോമെന്റ് സെക്ഷനിൽ ആൻസർ ഇടുക, സജഷൻസ് മുന്നോട്ട് വെക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഡൗൺലോഡ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. അപ്പോൾ നാളെ 8:30 വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് ബി ഹാപ്പി.